വലിയ ശക്തി നാണരുത് കടവുൾ. ആ ദൈവത്തിന് നന്ദി പറയുകയാണ് സുഹൃത്തുക്കളെ. ഏതായാലും എന്താ പറയാ, ഈ ഒരു പ്രോഗ്രാമിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് കൊണ്ട് ഹാപ്പിയാണ്. അതായത് സന്തോഷവാനാണ്. മാനസികമായിട്ടും ശരീരത്തിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കാരണം പണി അങ്ങനത്തെ ഒരു പണിയാണ്. ഒരാഴ്ച മുഴുവനും കോൺക്രീറ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ ഒരു ടയേർഡ് ഉണ്ട് ശാരീരികപരമായിട്ട്. പക്ഷേ മാനസികപരമായിട്ട് ഭയങ്കര ഹാപ്പിയാണ്. കാരണം വേറെ ഒന്നല്ല, ഇന്ന് മദ്യപിച്ചിട്ടില്ല. അത് മാത്രമല്ല, ഇന്ന് എന്നെ കൊണ്ട് ഒരു ഉപദ്രവവും ഉണ്ടാക്കിയിട്ടില്ല ഞാൻ. അത് തന്നെയാണ് അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു സന്തോഷം. കാരണം എന്നെ കൊണ്ട് ആർക്കും ഒരു സങ്കടം ഉണ്ടാകാൻ പാടില്ല. അല്ലെങ്കിൽ അവരൊരു മാനസിക എന്താ പറയാ, അവരെ ഒരു സന്തോഷത്തെ തകർക്കുന്ന പോലെ എൻ്റെ ഒരു വർത്താനം ഇന്ന് ഉണ്ടായിട്ടില്ല. ഇത്ര നേരമായിട്ട് കേട്ടോ. ഇനിയുണ്ട് സമയം. എങ്കിലും ഇത്ര നേരമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ അതിന് ദൈവത്തിന് നന്ദി പറയുകയാണ്. ഏതായാലും എല്ലാവരെയും പോലെ തന്നെ ഷെയറിംഗ് ഒക്കെ കേൾക്കുമ്പോൾ എൻ്റെ പഴയ കാര്യങ്ങൾ, കാരണം 13-ാം വയസ്സിൽ തുടങ്ങിയ കള്ളുകുടി 36-മത്തെ വയസ്സിലാണ് ഞാൻ ആൽക്കഹോളിക് അനോണിമസിലൂടെ നിൽക്കാൻ, അതായത് ഇങ്ങനെ കണ്ടിന്യൂ ആകാൻ തുടങ്ങിയത്. അതിന് മുമ്പേ കുറെ മുന്നേ കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് നിലനിൽക്കാൻ പറ്റിയില്ല. അപ്പൊ ഈ 36-ാം വയസ്സിന്റെ ശേഷമാണ്. അപ്പോൾ ഈ 13 മുതൽ 36 വരെ 10-24 വർഷത്തെ മദ്യപാന ജീവിതം എൻ്റെ അനിയന്ത്രിതമാക്കി കളഞ്ഞു എന്നെ. സന്തോഷം എല്ലാവരും തുടങ്ങണ പോലെ തന്നെ ഒരു എന്താ പറയുക, ജോളിക്ക് വേണ്ടിയിട്ട്, ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട്, ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് മദ്യപാനം തുടങ്ങിയ ഞാൻ എന്താ പറയാ, കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ, കുറച്ച് ടൈം ഇങ്ങനെ ആകും, വർഷങ്ങൾ കഴിയുമ്പോൾ കുടിച്ച് 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 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ ഒന്നായിട്ട് കുടിക്കലല്ല, കുറച്ചാണ് തുടങ്ങിയത്. അവസാനം അത് എന്താ പറയാ, എൻ്റെ ജീവനെ തന്നെ എടുക്കുന്ന ആ ഒരു സ്റ്റേജിലേക്ക് വന്നു എന്നുള്ളതാണ്. കാരണം ഇതെനിക്ക് അറിയാം കുടിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിക്കാന്നുള്ളത്. എങ്കിൽ പോലും എന്നെ കൊണ്ട് നിർത്താൻ പറ്റാത്ത ആ ഒരു കണ്ടീഷൻ, ആ നിർത്താൻ പറ്റാത്ത ആ ഒരു കണ്ടീഷനിലേക്ക് ഞാൻ എങ്ങനെ എത്തി എനിക്കറിയില്ല സുഹൃത്തുക്കളെ. കാരണം അവസാനത്തേതിൽ ഞാനൊക്കെ എന്താ ചെയ്യാന്ന് പോലും എനിക്ക് അറിയില്ല. എന്താണ് പ്രവർത്തിക്കുന്നത് പോലും അറിയാണ്ട് അത്രമാത്രം കുടിച്ച് എന്താ പറയാ, തലച്ചോറിലൊക്കെ ഉള്ള ഇതൊക്കെ പോയി. എല്ലാ ഇതും എന്താ പറയാ, ആ ഒരു ചിന്തകളൊക്കെ, നല്ല ചിന്തകളൊക്കെ പോയി വേണ്ടാത്ത ചിന്തകളായി. അങ്ങനത്തെ ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് സുഹൃത്തുക്കളെ ആൽക്കഹോളിക് അനോണിമസിന്റെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കയറാൻ പറ്റിയത്. അതുവരെ എനിക്ക് പറ്റിയിട്ടില്ല എന്നുള്ളത്. അതുവരെ എനിക്ക് ഇതിൽ നിലനിൽക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇതിൽ വന്നതിന് ശേഷം എന്താ, വെറും സന്തോഷം മാത്രം മതിയോ, അല്ലെങ്കിൽ എന്താ പറയാ, വെറും എന്താ പറയാ, അങ്ങനത്തെ ഒരു മെന്റാലിറ്റി. അതായത് കള്ളുകൂടി നിർത്തി, ഇനി സന്തോഷം മാത്രമാണോ കിട്ടുക? ഇതിൽ വരുമ്പോഴാണ് മനസ്സിലായത് സന്തോഷം മാത്രമല്ല, ഒരുപാട് എൻ്റെ ജീവിതത്തിലെ ഉത്തരവാദിത്തങ്ങളൊക്കെ വരാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രോഗ്രാം ആൽക്കഹോളിക് അനോണിമസിന്റെ 12 പടികൾ എന്ന് പറഞ്ഞ ആ ഒരു ഇതിലേക്ക് കയറിയതിന് ശേഷമാണ് സുഹൃത്തുക്കളെ എന്താ പറയാ, നല്ല മാറ്റമാണ്. അതായത് കുടിക്കാതിരിക്കണം മാത്രം ചിന്തയാണെങ്കിൽ എനിക്ക് പ്രോഗ്രാം വേണ്ട, സ്പോൺസർ വേണ്ട, ഏതെങ്കിലും ഒരു മീറ്റിംഗിൽ എപ്പോഴും കയറി നിന്നിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഏക്കാരെ വിളിച്ചിട്ട് മുന്നോട്ട് പോയാൽ മതി. കുടിക്കൊന്നുമില്ല. അതും വിടുകയാണെങ്കിലാണ് കുടിക്കുക. ഞാനൊക്കെ അങ്ങനെയാ, മീറ്റിങ്ങിന് കുറെ പോയിക്കൊണ്ടിരുന്നു. പ്രോഗ്രാമിലോ അല്ലെങ്കിൽ പടികൾ എന്താ, പാരമ്പര്യം, ഇതൊന്നും എനിക്കറിയില്ല, സ്പോൺസർ ഇല്ല. അങ്ങനെ ഞാൻ കുറെ ഏല് നടന്നിട്ടുണ്ട്. 6 വർഷത്തോളം, 2013 മുതൽ 19 വരെ ഞാൻ അങ്ങനെ നടന്നിട്ടുണ്ട്. കുടിക്കൂല, പക്ഷെ മീറ്റിംഗ് വിട്ടാ കുടിക്കും. മീറ്റിങ്ങിന് ഒരു 2 ആഴ്ച പോയിട്ടില്ലെങ്കിൽ കഴിഞ്ഞ കാര്യം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ കുടി മാത്രം നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെങ്കിൽ എനിക്ക് പ്രോഗ്രാമിന്റെ ആവശ്യമൊന്നുമില്ല, ഈ പടികളൊന്നും എനിക്ക് ആവശ്യമില്ല, നിർബന്ധമില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ ഇത് പോയി കഴിഞ്ഞാൽ, അതായത് മീറ്റിംഗ് വിടുമ്പോൾ ഞാൻ കുടിക്കുന്ന ഒരു അവസ്ഥ, ഇപ്പൊ ഞാൻ മീറ്റിംഗിൽ കയറിയിട്ടില്ലെങ്കിൽ കുടിക്കോ? ഇതാണ് എൻ്റെ ഒരു ചോദ്യമായിട്ട് എൻ്റെ മനസ്സിൽ തോന്നിയത്. മീറ്റിംഗ് ഇല്ലെങ്കിൽ ഞാൻ കുടിക്കാണ്ടിരിക്കാൻ പറ്റുമോ? പറ്റും. ഇപ്പൊ 9 മാസമായിട്ട് കൊറോണ വന്ന സമയത്തൊക്കെ 9 മാസം മീറ്റിംഗ് ഇല്ല. ഓൺലൈനിലും പിന്നെയാണ് തുടങ്ങിയത്, ഫിസിക്കൽ ഇല്ല. എങ്കിലും നിലനിൽക്കാൻ പറ്റി സുഹൃത്തുക്കൾ. പഴയ സാഹചര്യത്തിൽ തന്നെ ഇന്ന് നിലനിൽക്കാൻ പറ്റി. അങ്ങനെയാണ് എനിക്ക് പ്രോഗ്രാമിലൂടെ ഒരു അറ്റാച്ച്മെന്റ്. അതായത് അത് ചെയ്താൽ മാത്രം, അതിലൂടെ പോയാൽ മാത്രമേ, ചെയ്യാന്ന് പറഞ്ഞാൽ ചെയ്ത് തീർക്കലല്ലത്. കാരണം കാലവർഷ എന്താ പറയാ, മരണം വരെ ഞാനിത് ചെയ്യണം. ചെയ്തുകൊണ്ടേ ഡെയിലി ആ ഒരു ഇതിൽ പോയാലേ നടക്കുള്ളൂ. പക്ഷെ എൻ്റെ ഉള്ളിലുള്ള അഹംഭാവം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതായത് ഏല് വന്നു, 1-ാം പടി, മദ്യത്തിന് മുമ്പിൽ ശക്തിഹീനനാണ്, എൻ്റെ ജീവിതം അനിയന്ത്രിതമായി പോയി എന്നൊക്കെ മനസ്സിലാക്കി ഞങ്ങളെക്കാൾ വലിയൊരു ശക്തിക്ക് എന്നെ വിട്ടുകൊടുത്തു. അതായത് എന്നെ മാറ്റാൻ പറ്റുള്ളൂ എന്നുള്ള ആ ഒരു ഇതും ആ 2-ാമത്തേതിൽ കിട്ടി. പിന്നെ എൻ്റെ ഇച്ഛയും ജീവിതവും ഞാൻ മനസ്സിലാക്കുന്ന ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കാനും തയ്യാറാണ്. ഇതൊക്കെ എൻ്റെ ഉള്ളിൽ ഞാൻ തന്നെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, അതൊക്കെ അങ്ങനെ വിചാരിച്ചാൽ മതി. ദൈവത്തിനെ വിശ്വസിക്കുക, ദൈവത്തിൽ വിട്ടുകൊടുക്കുക, ഇതൊക്കെ എൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു സംഭവമാണ്.
പക്ഷേ എങ്കിൽ പോലും എനിക്ക് ഈ അഹംഭാവം എന്ന് പറഞ്ഞ സാധനം എന്നെ വിട്ടു പോകുന്നില്ല എന്നുള്ളത്. എങ്ങനെയാന്ന് പറഞ്ഞാൽ മീറ്റിങ്ങിന് പോകും, ആരെങ്കിലും എന്തെങ്കിലും വായിക്കാൻ തന്നില്ലെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രെയറിൽ എന്തെങ്കിലും കൂട്ടിയിട്ടില്ലെങ്കിൽ, അതായത് എനിക്കൊരു അവസരം കിട്ടിയില്ലെങ്കിൽ എൻ്റെ മനസ്സ് അസ്വസ്ഥനാകുക. ഞാൻ ഇത്ര വർഷമായല്ലോ, എനിക്ക് എന്താ തരാത്തെന്നുള്ള ഒരു അഹംഭാവം. അങ്ങനെയൊക്കെ മീറ്റിങ്ങിലല്ല, ബാക്കി എല്ലാ കാര്യങ്ങളിലും, മീറ്റിങ്ങിലും പിന്നെ പുറത്ത് ഞാൻ പണിയെടുക്കുന്ന എല്ലാ മേഖലകളിലും എനിക്ക് ഈ അഹങ്കാരം എന്ന് പറയുന്ന സാധനം കുടിക്കുന്നില്ലല്ലോ. പിന്നെന്താ, ദൈവത്തിലേക്ക് വിട്ടുകൊടുത്തുക്കണ്, ഓക്കെയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ എങ്കിൽ പോലും എൻ്റെ അഹങ്കാരം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് എൻ്റെ അഹംഭാവം, ഞാൻ എന്ന ഭാവം, അത് എന്നെ വിട്ടു പോകുന്നേ ഇല്ല. ഇത് പോകണമെങ്കിൽ ഞാൻ പറഞ്ഞ ഈ ഇന്നത്തെ ആ ഒരു ടോപ്പിക്ക്, എൻ്റെ ധാർമ്മിക നിലവാരം ഞാൻ വിലയിരുത്തണം സുഹൃത്തുക്കൾ. എങ്കിൽ മാത്രമേ എനിക്ക് എന്താ പറയാ ഈ അഹങ്കാരം എന്ന് പറഞ്ഞ സാധനം മാറുള്ളൂ. അല്ലെങ്കിൽ മാറൂല. ഞാനൊക്കെ ഒന്നും രണ്ടും പടികളൊക്കെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് നേരെ 12ാം പടിക്ക് ആർക്ക് ഈ മെസ്സേജ് കൊടുക്കാനൊക്കെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ അവിടെയും ഞാൻ പഠിപ്പിക്കൽ പോലെ സംസാരിക്കും, അല്ലെങ്കിൽ എന്താ പറയാ ഭയങ്കര ഇതായിട്ട് പറഞ്ഞു കൊടുക്കും. അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ വലിയ സംഭവമായിട്ടും എന്നെ കേൾക്കണ എന്താ പുതുമക്കാരന് ഒരു എന്താ പറയാ ഭയങ്കര എന്നെക്കാൾ മോശപ്പെട്ടുള്ള ഒരു മനുഷ്യനെ പോലെ ആക്കാണ് ഞാൻ മനസ്സിലാക്കിക്കൊണ്ട്. ഇങ്ങനെയായിരുന്നു സുഹൃത്തുക്കളെ എന്റെ 12ാം പടിയൊക്കെ. എനിക്ക് എളിമയോട് പറയാൻ പറ്റുന്നില്ല. അതായത് എനിക്കൊന്ന് താഴ്ന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല. അവിടെയൊക്കെ എന്റെ അഹങ്കാരം ഉണ്ട്. കുടിക്കുന്നില്ല, കുടിക്കുന്നില്ല, ഏലുണ്ട്, ഏഹ് ദൈവത്തിനെ അംഗീകരിച്ചതാണ് മനസ്സിൽ. പക്ഷേ എൻ്റെ അഹങ്കാരം മാറണമെങ്കിൽ എന്താ പറയാ ഈ ഇങ്ങനത്തെ ഏല് നിന്നിട്ടും ഞാൻ കുടിക്കാതെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ എവിടെയെങ്കിലും എന്താ പറയാ തർക്ക വിഷയങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ എൻ്റെ ഉള്ളിൽ അസ്വസ്ഥനാകുന്നുണ്ടെന്നെങ്കിൽ ഇപ്പോഴും ഞാൻ എന്താ പറയാ ഞാൻ എന്ന അഹംഭാവം വിടാത്ത കൊണ്ടാണ്. ഇത് വിടണമെങ്കിൽ, ഇത് എന്നെ വിട്ടു പോകണമെങ്കിൽ ഞാൻ എൻ്റെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തണം. എങ്കിൽ മാത്രമേ എനിക്ക് ഇതിന്നൊരു എന്താ പറയുക സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. കുടിയിൽ സ്വാതന്ത്ര്യം കിട്ടി, പക്ഷെ ഞാൻ എന്ന അഹംഭാവത്തിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ എന്താ പറയാ ഈ ഫോർത്ത് സ്റ്റെപ്പ്, എൻ്റെ ഇൻവെൻട്രി, അതായത് എൻ്റെ ഉള്ളിൽ തമിഴിലൊക്കെ പറയണ ഗുണക്കോളാറുകൾ, അതായത് എൻ്റെ സ്വഭാവങ്ങൾ എന്താണെന്നുള്ളത് ഞാൻ നോക്കണം. അതിൽ നല്ലതും ഉണ്ട്, ചീത്തയും ഉണ്ട്. ഇത് ഞാൻ എന്താ പറയാ കണ്ടെത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാന്ന് പറഞ്ഞാൽ വേറൊരാളെടുത്ത് പറയാൻ വേണ്ടിയിട്ടാണ്. അതായത് എൻ്റെ സ്പോൺസറിൻ്റെ അടുത്ത് പറയണം. അങ്ങനെ പറഞ്ഞാൽ മാത്രമേ എൻ്റെ അഹങ്കാരം പോവുള്ളൂ. ഒരാളെടുത്ത് ഇപ്പൊ ദൈവത്തോട് പറയാൻ പറഞ്ഞാൽ ഞാൻ മനസ്സിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയും. എന്നോട് സ്വന്തമായിട്ട് പറയാൻ പറഞ്ഞാലും ഞാൻ കറക്റ്റ് ആയിട്ട് ജോൺസൺ ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിനോട് തന്നെ പറയും. എങ്കിൽ പോലും മൂന്നാമത്തെ ഒരാളെടുത്ത് ഞാൻ പറയാത്തോടത്തോളം കാലം, അതായത് ഇത് എന്താ എനിക്കുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്ക് അറിയാമെങ്കിൽ പോലും ഇത് ഞാൻ മൂന്നാമത്തെ ഒരാളെടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അഹങ്കാരം മാറൂല എന്നുള്ള സത്യം എനിക്ക് മനസ്സിലാക്കാൻ പറ്റി സുഹൃത്തുക്കളെ. അതാണ് ഞാൻ കുറെ ഏല് വന്നിട്ടും കുറച്ച് ദിവസം നിൽക്കുന്നു, പിന്നെയും ചാടണ കാരണം എന്താന്ന് പറഞ്ഞാൽ എൻ്റെ അഹങ്കാരം കുറഞ്ഞിട്ടില്ല. അതൊക്കെയാണ് പ്രശ്നം. എൻ്റെ ഉള്ളിലുള്ള സ്വഭാവത്തിന്റെ പ്രശ്നങ്ങൾ ഞാൻ എന്നെ ഒന്ന് വിലയിരുത്തണം. എൻ്റെ എന്താ പറയാ സ്റ്റോക്ക് എടുക്കുക എന്ന് പറയും. ഈ ബിസിനസ് ആൾക്കാരൊക്കെ കട സ്റ്റോക്ക് എടുക്കും വർഷം, അതായത് ലാഭമാണോ നഷ്ടമാണോ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കും. അതായത് ഒരു ലാഭമില്ലാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒഴിവാക്കണ പോലെ ഞാൻ എൻ്റെ ഉള്ളിലെ ഇൻവെന്ററി ഞാൻ എടുക്കണം. എൻ്റെ ധാർമ്മിക നിലവാരം എന്താണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ പറഞ്ഞ് എൻ്റെ സ്പോൺസർ ആദ്യം നിന്റെ നല്ല സ്വഭാവങ്ങളൊക്കെ എഴുത്, എന്നിട്ട് മതി നമുക്ക് ബാക്കിയുള്ള നിന്നെ മോശപ്പെടുത്തുന്ന സ്വഭാവത്തിലേക്കൊക്കെ നോക്കാന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ പറഞ്ഞാല് നല്ല സ്വഭാവം ഒരുപാടുണ്ട്. കുടിക്കുന്ന സമയത്തായാലും ശരി ഇല്ലെങ്കിലും ശരി ഒരാൾക്ക് ഹെൽപ്പ് ചെയ്യാനൊക്കെ എനിക്ക് നല്ല മൈൻഡാണ്. കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ വീട്ടിൽ സാധനം വാങ്ങിയില്ലെങ്കിൽ ഞാൻ വേറൊരു ആൾക്കാർക്ക് സാധനം വാങ്ങിക്കൊടുക്കും. അതായത് പച്ചക്കറി ഇതൊക്കെ അങ്ങനെയൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ തന്നെ ഒരു കടയിൽ പറ്റാം. അതായത് ഞങ്ങൾ മാസം മാസം എസ്റ്റേറ്റിൽ അച്ഛൻ്റെ പൈസ അമ്മേൻ്റെ പൈസ ഒക്കെ കിട്ടുമ്പോൾ കൊടുക്കാൻ ആഴ്ചയിലൊക്കെ അങ്ങനെ കൊടുക്കുക. എന്നിട്ട് അവിടെ പറ്റാണ് വാങ്ങല്. അവിടുന്ന് ഞങ്ങളെ വീട്ടിലല്ല, വേറൊരു എൻ്റെ കൂടെ കുടിച്ച ഒരാൾക്ക് അവരെ വീട്ടിൽ നിന്ന് ഭക്ഷണം വെക്കാനില്ല എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ പറ്റിൽ വാങ്ങിക്കൊടുക്കും. ഇത് അമ്മയും അച്ഛനൊന്നും അറിയുന്നില്ല. അമ്മമാര് ദാനശീലനായിരുന്നു. അതായത് പെട്ടെന്ന് ശല്യാകുന്ന ഒരു മനസ്സ്, പെട്ടെന്ന് കരഞ്ഞു പോകുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. എനിക്ക് ഇമോഷണൽ ആയിട്ട് പെട്ടെന്ന് എന്താ പറയാ ദേഷ്യം വരും, പെട്ടെന്ന് സങ്കടവും വരും. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഞാൻ. അപ്പോൾ ഈ സങ്കടം വരുന്നത് നല്ലൊരു മനസ്സുണ്ടായത് കൊണ്ടാണ്. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ദുഃഖം കേൾക്കുമ്പോൾ അതൊക്കെ സങ്കടം വരലുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് നല്ല സ്വഭാവങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് ചെയ്യുന്ന ഹെൽപ്പിംഗ് മൈൻഡ് അതൊക്കെ ഉണ്ട് എനിക്ക്. അപ്പൊ അതൊക്കെ നോക്കുമ്പോൾ നല്ല ഇതാണ്. കാരണം എന്തുണ്ടെങ്കിലും ആരെങ്കിലും എന്തെങ്കിലും പൈസ ചോദിച്ചാൽ എൻ്റെ അടുത്ത് ഉള്ളത് എന്താ വെച്ചാൽ ഞാൻ കൊടുക്കും കുറച്ചെങ്കിലും. അപ്പൊ അങ്ങനത്തെ നല്ല മനസ്സുകൾ, അങ്ങനത്തെ നല്ല ക്യാരക്ടർ ഉണ്ട്. മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക,
പാട്ട് പാടിയിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും കോമഡിയൊക്കെ പറഞ്ഞിട്ടൊക്കെ അങ്ങനത്തെ നല്ല നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ട് സുഹൃത്തുക്കളെ. അങ്ങനെ കുറച്ചേ ഉള്ളൂ, വലിയ കാര്യമായിട്ടൊന്നും പറയാനില്ല. പക്ഷേ എൻ്റെ ഗുണക്കോളാറുകൾ എന്താണ്, വൈകല്യങ്ങൾ അങ്ങനെ നോക്കുമ്പോഴാണ് എന്താ പറയാ, ഒരുപാടുണ്ട്. ഒരുപാട് ഞാൻ നല്ലതെന്ന് വിചാരിച്ച കാര്യം പോലും എൻ്റെ ഉള്ളിൽ അത് ചീത്ത കാര്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പം വേറൊരാളെ കുറ്റം പറഞ്ഞിട്ടായിരിക്കും ഞാൻ അയാളെ സന്തോഷിപ്പിക്കുക, വേറെ ആൾക്കാരെ. അപ്പൊ അത് നല്ലതല്ല. മറ്റുള്ളവന്റെ വിഷമം, അതായത് മനസ്സ് സങ്കടമായില്ലേ, അത് ഞാൻ പണ്ട് ചിന്തിക്കൂല. സന്തോഷം അവർക്ക് സന്തോഷം, എല്ലാവർക്കും സന്തോഷമായോ എന്ന് മാത്രമേ നോക്കുള്ളൂ. ഞാൻ കുറ്റം പറഞ്ഞവന്റെ മനസ്സ് എന്തായി എന്നുള്ളത് ഞാൻ നോക്കൂല സുഹൃത്തുക്കളെ. അപ്പൊ അതെന്റെ ഒരു വൈകല്യമാണ്. അത് ഞാൻ മാറ്റണം. അങ്ങനെ ദേഷ്യമായിക്കോട്ടെ, കാമായിക്കോട്ടെ, ഇനി പൊറാമയായിക്കോട്ടെ, അതായത് ഇങ്ങനെ വിദ്വേഷം വെച്ച് നടക്കലായിക്കോട്ടെ, അങ്ങനത്തെ മടി, അങ്ങനത്തതൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരുപാടുണ്ട്. പക്ഷേ ഇത് ഞാനും അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് സുഹൃത്തുക്കൾ. ഞാൻ നല്ലതെന്ന് വിചാരിച്ച ഒരുപാട് വൈകല്യങ്ങൾ എനിക്ക് മോശമായിട്ട് തന്നെയാണ് ഉള്ളത്. അത് ഇതിന് എന്താ പറയാ, ഈ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങളെ പറയുമ്പോൾ നമ്മുടെ പഴമക്കാർ ഒരു ഉപമ പറയും. അതായത് കടലിന്റെ മേലെ ഒരു മഞ്ഞ്, അതായത് ഒരു ഐസ്, മഞ്ഞുകെട്ട, മഞ്ഞുമല നിൽക്കുകയാണെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ മേലെയുള്ള ഭാഗം മാത്രം കാണും. അതൊന്ന് കാറ്റടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചെറുതായിട്ട് ആടുമ്പോൾ, ചെറുതായിട്ട് സൈഡിലേക്ക് ഇങ്ങനെ ആകുമ്പോൾ അതിന്റെ ബാക്കി കുറച്ച് ഭാഗങ്ങളൊക്കെ കാണും. പക്ഷെ ഏറ്റവും അടിയിലുള്ളത് എന്ത് കളി കളിച്ചാലും കാണാൻ പറ്റില്ല. അപ്പൊ അത് തന്നെയാണ് എൻ്റെ ഒരു പ്രശ്നം. ഞാൻ ഈ ചെറിയ ചെറിയ സ്വഭാവങ്ങൾ, വൈകല്യങ്ങളൊക്കെയാണ് എൻ്റെ വലിയ പ്രശ്നമായിട്ട്, അത് മാത്രമേ കണ്ടിട്ടുള്ളൂ ഞാൻ. പിന്നെയും കുറച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ചിലപ്പം കുറച്ചും കൂടി നല്ലതായിട്ട് കിട്ടും. അതായത് എൻ്റെ സ്വഭാവത്തിന്റെ വൈകല്യങ്ങൾ ഞാൻ അറിയാത്തത് കുറച്ച് കിട്ടും. പക്ഷേ ഇതിന്റെ ഏറ്റവും അടിയിൽ, ആന്തരിക മനസ്സിൽ ഒരുപാടുണ്ട്. ഏറ്റവും അടിയിൽ അതെങ്ങനെ ഞാൻ കണ്ടുപിടിക്കും? അപ്പൊ അത് ഞാൻ ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമിലൂടെ പോകുമ്പോൾ മറ്റുള്ളവര് എന്താ പറയാ, ഇതാക്കുന്ന, അതായത് ഇൻസൾട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ എന്താ പറയാ, അവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന എന്ത് കാര്യമായാലും അത് തെറ്റന്നെയാണ് സുഹൃത്തുക്കളെ. അപ്പൊ അങ്ങനത്തെ ഒരുപാട്, എന്നെ മറ്റുള്ളവരെ ഞാൻ വെറുപ്പിക്കുന്ന രീതി, അങ്ങനത്തതൊക്കെ എനിക്ക് ഒരുപാട് സ്വഭാവത്തിന്റെ പ്രശ്നങ്ങളുണ്ട് എൻ്റെ ഉള്ളിൽ. സെക്സ് ആയിക്കോട്ടെ ഒക്കെ ഭയങ്കര കൂടുതലാണ്, ഭയങ്കര കൂടുതലാണ്. ദേഷ്യം ആയിക്കോട്ടെ, അതൊന്നും ഒരു ലെവലും ഇല്ല. ദേഷ്യത്തിനൊക്കെ എന്ന് പറഞ്ഞാല് കൊന്നു കളയും ആൾക്കാർ, അത്രമാത്രം ദേഷ്യം. ഞാൻ അടികൂടുമ്പോഴൊക്കെ, ഞാൻ കുടിച്ചിട്ട് നിൽക്കുമ്പോൾ എന്നെ അങ്ങനെ അടിക്കുന്ന ചെക്കന്മാരുടെ അടുത്ത് ഞാൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്: നീ അടിക്കുകയാണെങ്കിൽ എന്നെ അടിച്ചു കൊല്ലണം, എന്നെ ജീവനോട് വിടരുത്. വിട്ട് കഴിഞ്ഞാല് ഞാൻ പിന്നെ വന്നു കഴിഞ്ഞാല് അങ്ങനെ ആക്കും ഇങ്ങനെ ആക്കും എന്ന് പറഞ്ഞാൽ അത്രമാത്രം ദേഷ്യം ഇതൊക്കെ ഉണ്ട് എൻ്റെ മനസ്സിൽ. ഭയങ്കര ഇതാണ്, തെറ്റാണ്. അതായത് ഭയങ്കരമായിട്ട് അതൊക്കെ ഒരു അഹംഭാവത്തിന്റെ ഒരു ഭാഗമാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ഒരുപാട് എനിക്ക് വൈകല്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ആൽക്കഹോളിക് അനോണിമസിൽ വന്നതിന് ശേഷം മനസ്സിലായത്. ഇതിന് മുമ്പ് വരെ ഞാൻ പള്ളിയിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊന്നും എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കാണ്ട് പുറത്തെ ആൾക്കാർ പറയുന്നതാണ് തെറ്റ് കാര്യം, ശരി കാര്യം എന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ ആൽക്കഹോളിക് അനോണിമസിൽ അതൊക്കെ എനിക്ക് ഉണ്ടോ എന്ന് ഞാൻ പരിശോധിക്കേണ്ടത്. അപ്പൊ അവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് ഞാൻ പരിശോധിക്കുമ്പോൾ യെസ്, യെസ്, യെസ് തന്നെയാണ്. ഉണ്ട് സുഹൃത്തുക്കളെ, ഒരുപാട് ഒരുപാട്. ഇത് മാറണം. ഇത് മാറാണ്ട് എനിക്ക് ആൽക്കഹോളിക് അനോണിമസിൽ സന്തോഷമായിട്ട് ജീവിക്കാൻ പറ്റൂല എന്ന് പറയാൻ പറ്റുള്ളൂ. സന്തോഷമായിട്ട്, അല്ലാതെ കുടിക്കാതിരിക്കാൻ പറ്റൂല എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം കുടിക്കാതെയൊക്കെ ഇരിക്കാം, എങ്ങനെ, മീറ്റിങ്ങിന് പോയാൽ മതി. പക്ഷെ സന്തോഷകരമായിട്ടും മനസ്സിലൊരു ആനന്ദകരമായിട്ടൊക്കെ ജീവിക്കാൻ പറ്റുന്നുണ്ടോ ജോൺസാ എന്നുള്ളൊരു ചോദ്യമാണ് ആൽക്കഹോളിക് അനോണിമസ് പറയുന്നത്. പറ്റുന്നില്ല, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ഈ ഒരു പ്രോഗ്രാം, എൻ്റെ ധാർമ്മിക നിലവാരം, അത് ഭയം കൂടാതെ എന്ന് പറയുന്നുണ്ട്. അതായത് അത് ഞാൻ ഈ നല്ല സ്വഭാവം നോക്കാണ്ട് ഫസ്റ്റ് തന്നെ ചീത്ത സ്വഭാവത്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയം വരും. കാരണം അയ്യോ ഇത്ര മോശപ്പെട്ട മനുഷ്യനാണ് ഞാൻ എന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിലേക്ക് കയറി വരും സുഹൃത്തുക്കളെ. അതെന്നെ ചിലപ്പോൾ എന്നെ കുടിയിലേക്ക് കൊണ്ടുപോകും. അപ്പൊ ആദ്യം തന്നെ നല്ല സ്വഭാവങ്ങളൊക്കെ എൻ്റെ മനസ്സിൽ ഓർത്ത് വന്നതുകൊണ്ട് അത് ആലോചിക്കുമ്പോൾ സന്തോഷമാണ്. അതായത് കുറെ നല്ല സ്വഭാവം ഉണ്ടല്ലോ എന്നുള്ളത്. പക്ഷെ രണ്ടാമതാണ് ഞാൻ ഇത് നോക്കുന്നത്, എൻ്റെ ചീത്ത സ്വഭാവങ്ങൾ. അപ്പോൾ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് പോകാൻ പറ്റുന്നത് ഈ ഒരു പ്രോഗ്രാമിൽ ആയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ്. മറ്റേ ഞാൻ എല്ലാ സ്ഥലത്തും പള്ളിയിലൊക്കെ പോയപ്പോഴൊന്നും ഇങ്ങനത്തെ കാര്യത്തെ കുറിച്ച് ഞാൻ ഒരു ഐഡിയ ഇല്ലായിരുന്നു സുഹൃത്തുക്കൾ. എൻ്റെ ഉള്ളിൽ നോക്കാണ്ട്, എൻ്റെ വൈകല്യങ്ങൾ മാറ്റി വെക്കാണ്ട് ഞാൻ സന്തോഷകരമായിട്ട് ഇതിൽ ജീവിക്കാൻ പറ്റൂല. തലവർ രജനീകാന്ത് പറയുന്ന പോലെ ആസை തുറന്നാൽ അഖിലമും ഉണക്ക് എന്ന് പറഞ്ഞ, അപ്പൊ ആഗ്രഹങ്ങൾ ഒരുപാട്, വേണ്ടാത്ത ആഗ്രഹങ്ങൾ നടക്കുന്ന ആഗ്രഹങ്ങളാണെങ്കിൽ കുഴപ്പമില്ല, ഒരുപാട് ആഗ്രഹങ്ങൾ സുഹൃത്തുക്കളെ.
മോശപ്പെട്ട ആശയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയാം. അപ്പൊ അത് എൻ്റെ ഉള്ളിൽ ഒരുപാടുണ്ട്. എന്താ പറയുക, ചെറുപ്പം മുതൽ അങ്ങനത്തെ ഒരു പൈസ ഒന്നും ഇല്ലാത്ത, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പൈസ ഒന്നും ഇല്ലാത്ത കണ്ടീഷൻ തന്നെയാണ്. ചെറുപ്പം മുതലും സാമ്പത്തികമായിട്ടൊന്നും, ഞങ്ങളൊക്കെ തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കുടിയേറി പാർത്ത് ഇവിടെ ചെറിയ അച്ഛനൊക്കെ അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ട് കുറച്ച് ഇതൊക്കെ ആക്കി അങ്ങനെ പോയിട്ടേ ഉള്ളൂ. വലിയ ആഡംബരമൊന്നും ഇല്ല വീട്ടിലൊന്നും. ആകെ ഞായറാഴ്ച മാത്രം ഒരു ദിവസം ഇറച്ചി വാങ്ങും. അങ്ങനെയൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ മൂന്ന് മക്കളെയും പഠിപ്പിക്കണം, ഇവർ രണ്ടാളും ചെറിയ പൈസയില്. അപ്പൊ അതുകൊണ്ട് വലിയ ആഡംബരമൊന്നും ഇല്ല. അതുകൊണ്ട് ഈ സിനിമയും അതും ഇതൊക്കെ കണ്ട് 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 കാറ് കാണുമ്പോൾ കൂതിയാകുക, അല്ലെങ്കിൽ നല്ല ഹോട്ടൽ കാണുമ്പോൾ, നല്ല ഭക്ഷണം കാണുമ്പോൾ, അങ്ങനെ ഇങ്ങനെ ആൾക്കാരുടെ ഡ്രസ്സിങ് കാണുമ്പോൾ, ഇതൊക്കെ ഭയങ്കര ആശയായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ ചെറുപ്പത്തിൽ ഇതൊന്നും എന്നുള്ള അങ്ങനത്തെ ഒരു ചിന്ത എനിക്ക് വലുതായപ്പോൾ ഭയങ്കര ആശയായി മാറി. ഇതൊക്കെ ചെയ്യണം, ഇതൊക്കെ നോക്കണം, ഇതൊക്കെ അനുഭവിക്കണം എന്നുള്ള ആ അത്യാഗ്രഹം, ആ ഒരു ആശ, ആ ഒരു ആഗ്രഹമാണ് സുഹൃത്തുക്കളെ എന്നെ കൂടുതൽ 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 മദ്യത്തിലേക്ക് കൊണ്ടുപോയി വിട്ടത്. അപ്പൊ അത് ഞാൻ മാറ്റണം. ആ ആശകൾ ഇന്നുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ച് നോക്കുമ്പോൾ എൻ്റെ മനസാക്ഷിയോട് ഞാൻ ചോദിക്കുകയാണ്, ഏഹ് ഇപ്പോഴുണ്ടോ? ഇപ്പൊ ഇല്ല കേട്ടോ. ഇപ്പൊ ഞാൻ എന്നെ ഒന്നും അധികം എന്താ പറയാ, എന്തെങ്കിലും ഉണ്ടെങ്കിലും മതി. ഭക്ഷണം ആയിക്കോട്ടെ, ഇനി വലിയ തന്നെ വേണമെന്നൊന്നുമില്ല, കഞ്ഞിയെങ്കിൽ കഞ്ഞി, എന്താ വെച്ചാൽ ഉള്ളത്. എനിക്കായിട്ട് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒന്നുമില്ല, എന്ത് കിട്ടിയാലും ഞാൻ കഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ആയിക്കോട്ടെ, ഡ്രസ്സൊക്കെ ഉള്ളത് മതി, വലിയ ആഡംബരമൊന്നുമില്ല. കാരണം എവിടേക്കെങ്കിലും പോകണമെങ്കിൽ രണ്ട് ഷർട്ട് എപ്പോഴെങ്കിലും ഒന്ന് അവിടെ തേച്ച് വെച്ചിക്കുക. ബാക്കിയുള്ളതൊക്കെ നമ്മൾ പണിക്കൊക്കെ ഒരാഴ്ചയായിട്ട് കുറെ ബനിയനുകളുണ്ട് 100 രൂപേന്റെ, അത് മാറ്റി മാറ്റി ഇട്ടിട്ട് അങ്ങനെയൊക്കെ, വലിയ ആഡംബരമൊന്നും ഇല്ല. അതിന് ദൈവത്തിന് നന്ദി പറയാം. കാരണം ഇപ്പോഴും ഞാൻ കുടിക്കുന്നില്ല. പക്ഷെ അങ്ങനെ ആഗ്രഹങ്ങൾ എൻ്റെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ട് ഞാൻ അധ്വാനിക്കാൻ തുടങ്ങും. അതിന് വേണ്ടിയിട്ട് ഏത് വഴിയിൽ വേണമെങ്കിലും പൈസ ഉണ്ടാക്കാന്നുള്ള ഒരു ഇത് വരും. അത് അവസാനം എന്നെ മദ്യപാനത്തിലേക്ക് കൊണ്ടുപോയി വിടും. അത് ഈ ഒരു സ്വഭാവത്തിന്റെ പ്രശ്നങ്ങൾ എവിടെയൊക്കെ തലപൊന്തി കളിക്കുന്നുവോ, അല്ലെങ്കിൽ തലപൊത്തിച്ചിട്ട് എന്നെ ആക്രമിക്കുന്നുവോ, അതൊക്കെ എന്നെ മദ്യത്തിലേക്കാണ് കൊണ്ടുപോകുക എന്നുള്ള തിരിച്ചറിവ്. അതാണ് സുഹൃത്തുക്കളെ ഈ ധാർമ്മിക നിലവാരം ഞാൻ ഇപ്പോഴും എന്നെ ഡെയിലി പരിശോധിച്ചു കൊണ്ടിരിക്കണം. ഇപ്പൊ എങ്ങനെയുണ്ട്, ഞാൻ പണ്ടത്തെ അതേപോലെ ഇനിയിപ്പോ 4-5 ദിവസം കഴിഞ്ഞാൽ 7 വർഷം ആകാനായി. 7 വർഷമായിട്ട് ഞാൻ ആൽക്കഹോളിക് അനോണിമസിൽ മാറ്റം ഉണ്ടോ? അല്ലെങ്കിൽ ഇപ്പോഴും ഞാൻ കുടിക്കുന്നില്ല 7 വർഷമായിട്ട്, എൻ്റെ ഉള്ളിൽ അതേ പഴയ വിദ്വേഷം വെറുപ്പും ഒക്കെ വെച്ച് നടക്കുന്നുണ്ടോ? എന്നെ പരിശോധിച്ച് നോക്കണം സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഈ സ്വഭാവത്തിന്റെ വൈകല്യങ്ങൾ എൻ്റെ അടുത്ത് ഉള്ളിൽ ഉണ്ടെന്ന് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല. ഇത് കണ്ടുപിടിക്കാത്തോളത്തോളം കാലം എനിക്ക് റിക്കവറി ഉണ്ടാവില്ല. സോബറിറ്റി ഉണ്ടാവും. എങ്ങനെ, വർഷമായി, 1 വർഷമായി, 2 വർഷമായി, 5 വർഷമായി, 10 വർഷമായി എന്നൊക്കെ പറഞ്ഞ് പോവാം. പക്ഷെ സോബറിറ്റി കഴിഞ്ഞിട്ട് ഒരു റിക്കവറി ഉണ്ട്. റിക്കവറി എന്ന് പറഞ്ഞാൽ തമിഴിൽ ഗുണമടയുതൽ എന്ന് പറയാം. ഈ മുറിയൊക്കെ മാറുമല്ലോ, സുഖം പ്രാപിക്കുക, അതന്നെ ഗുണമടയുതൽ. ആ സുഖം പ്രാപിക്കുന്നതിന്റെ ആ ഒരു അവസ്ഥ എനിക്കിപ്പോ എൻ്റെ മനസ്സിന്, അത് എൻ്റെ ആത്മീയ ജീവിതത്തിലായിക്കോട്ടെ, എൻ്റെ ഭൗതിക ജീവിതത്തിലെ ഒരു മാറ്റം ഉണ്ടോ എന്നുള്ളത് ഞാൻ ഇന്ന് പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് മാറ്റമുണ്ട് സുഹൃത്തുക്കളെ. വലിയ മാറ്റമൊന്നുമില്ല എങ്കിൽ പോലും ആൽക്കഹോളിക് അനോണിമസിൽ വന്നുകൊണ്ട് കുടിക്കുന്നില്ല. ചില കാര്യങ്ങളിൽ എൻ്റെ ചില സ്വഭാവങ്ങളിലൊക്കെ നല്ല മാറ്റമുണ്ട്. അതൊക്കെ ദൈവത്തിന് നന്ദി പറയും. ഇത് കണ്ടുപിടിച്ചുകൊണ്ടാണ്. അതായത് ഈ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങൾ, എൻ്റെ ധാർമ്മിക നിലവാരങ്ങൾ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് എനിക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ ഈ 4-മത്തെ പടി എനിക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഞാൻ അഹങ്കാരം കൊണ്ട് നടക്കായിരിക്കും ഇപ്പോഴും. ആ എന്തായാലും അഹങ്കാരം കൊണ്ട് തന്നെ നടക്കുള്ളൂ. കാരണം ഇതെനിക്ക് അറിയില്ല. ഇത് വലിയ, ഞാൻ വിചാരിക്കും ഏല് വന്നു കഴിഞ്ഞാൽ കുറെ വർഷമായി കഴിഞ്ഞാൽ എന്നെ ഭയങ്കര ഇതായിട്ട് നോക്കണം, അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കും. ഇതറിയില്ല എനിക്ക്. പക്ഷെ എൻ്റെ അഹങ്കാരം കുറയണമെങ്കിൽ, അല്ലെ മാറണമെങ്കിൽ, ഞാൻ ഈ 4-5 സ്റ്റെപ്പ് നിർബന്ധമാണ്. നിർബന്ധമാണ്. ഒരാളെടുത്ത് പറയാൻ അല്ലാണ്ട് വേറെ മാർഗമില്ല. കാരണം ദൈവത്തോട് ഞാൻ സിമ്പിളായിട്ട് പറയും, എന്നോട് തന്നെ ഞാൻ ഓക്കെ ഒരു കുഴപ്പമില്ലാണ്ട് പറയും. പക്ഷെ മൂന്നാമത്തെ ഒരാളോട് ഞാൻ ഈ വക കാര്യങ്ങൾ, ഇനി ഒരുപാട് സ്വഭാവത്തിന്റെ വൈകല്യം ഓൺലൈനിലൊന്നും പറയാൻ പറ്റില്ല. കാരണം അത്രമാത്രം എന്നെ എന്നെ എന്താ പറയാ, എന്നെ കുടിയിലേക്ക് നയിച്ച ഒരുപാട് വിചാരങ്ങൾ ഉണ്ട് സുഹൃത്തുക്കളെ. അപ്പോ ഇതൊന്നും മാറാണ്ട് ഞാൻ ഇതിൽ മുന്നോട്ട് പോകാൻ എന്നെ കൊണ്ട് പറ്റൂല. കാരണം കുടിക്കാതെ പോവുകയാണെങ്കിൽ അത് മതി, വേറൊന്നും വേണ്ട. എന്തായാലും ഇതൊന്നും ആവശ്യം വരുന്നില്ല. 1, 2, 3 പടികൾ മാത്രം മതി. പിന്നെ ബാക്കി ഒന്നും വേണ്ട. പിന്നെ 12ലേക്ക് കയറുക. അങ്ങനെ കയറുകയാണെങ്കിൽ എന്താ പറയാ, ഈ 12ലേക്ക് കയറിയിട്ട് 12-മത്തെ പടി ചെയ്യുമ്പോഴൊക്കെ അഹങ്കാരം കൊണ്ട് ചെയ്യായിരിക്കും. അഹങ്കാരം കൊണ്ട്, അതായത് വലിയ സംഭവമായിട്ടായിരിക്കും ഞാൻ ഇത് പറയുക മറ്റുള്ളവരുടെ അടുത്ത്. പക്ഷെ ബാക്കിയുള്ള ഈ 4 മുതലുള്ള ബാക്കിയുള്ള ഈ 11 വരെയുള്ള സ്റ്റെപ്പുകളിലൂടെ ഞാൻ കടന്നു പോവുകയാണെങ്കിൽ അവിടെ സംസാരിക്കുമ്പോഴും 12-മത്തെ പടിയിൽ ഒരു പുതുമക്കാരുടെ അടുത്ത് സംസാരിക്കുമ്പോഴും എനിക്ക് ഒരു എളിമ ഉണ്ടാകും സുഹൃത്തുക്കളെ. ഞാൻ വലിയ സംഭവമൊന്നും അല്ല, ഞാൻ നിങ്ങളെ പോലെ ആണ് എന്നുള്ള ഒരു അംഗീകരിക്കാനുള്ള ഒരു മനസ്സ്
കിട്ടണമെങ്കിൽ ഇതൊക്കെ ഞാൻ ഒരാളെടുത്ത് പറയണം. പറഞ്ഞാൽ മാത്രമേ എനിക്ക് റിക്കവറി കിട്ടുള്ളൂ. അപ്പൊ അത് എനിക്ക് ആൽക്കഹോളിക് അനോണിമസിലെ 5-ാമത്തെ പടി, എൻ്റെ 4-ാമത്തെ കണ്ടെത്തിയ ആ ധാർമ്മികത്തിന്റെ അവസ്ഥ, ആ നിലവാരം എങ്ങനെയുണ്ട്, നല്ലത് എത്രയുണ്ട്, മോശം എത്രയുണ്ട് എന്നൊക്കെ ഞാൻ എഴുതി. എന്താ പറയുക, അത്രയുണ്ട്, 10-30 ഉണ്ട്. എഴുതിയപ്പോൾ അത്ര വരുന്നെടുക്കണം, കുറേ ഉണ്ട്. അഹങ്കാരം, അഹംഭാവം എല്ലാം. അവര് ചോദിക്കുന്ന ഓരോരോ ചോദ്യങ്ങൾക്കൊക്കെ ടിക്ക്, ഓക്കെ അതന്നെയാണെന്ന് എന്നെ ഞാൻ സത്യസന്ധതായിട്ട് അത് കുഴപ്പമില്ല, അത് വലിയ പ്രശ്നമൊന്നുമില്ല, അത് ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിക്കുകയാണെങ്കിൽ പോയി. കാരണം വീണ്ടും എന്താ പറയാ, അതിലും ആ ഞാൻ എഴുതാത്ത കാര്യങ്ങൾ, അതായത് ഞാൻ വേണ്ട, ഇതൊന്നും എനിക്ക് പ്രശ്നമില്ല എന്ന് വെച്ച കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും ഇപ്പോഴും അതിനുള്ള ഭവിഷ്യത്ത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കും സുഹൃത്തുക്കളെ. ഞാൻ എഴുതിയ കാര്യങ്ങൾ, അതായത് ഈ ധാർമ്മിക നിലവാരത്തിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ള ഒരാളടുത്ത് ഞാൻ പറയുമ്പോൾ വീണ്ടും എനിക്കത് ചെയ്യാതിരിക്കാൻ പറ്റും. അതാണ് ഇതിൽ കിട്ടുന്ന ഒരു മാറ്റം കേട്ടോ. ഒരാളടുത്ത് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയും, ഈ പള്ളിയിലൊക്കെ പോയിട്ട് മൊട്ട അടിച്ചിട്ട് ഇറങ്ങുന്ന പോലെ ആയിരിക്കും. വലിയ അഹങ്കാരമൊന്നും ഉണ്ടല്ലോ. മുടി ഉണ്ടാകുമ്പോഴാണ് സ്റ്റൈലായിട്ട് അങ്ങോട്ട് ചെയ്യലും ഇങ്ങോട്ട് ചെയ്യലും സ്ട്രെയിക്ക് ആക്കലും ഷാമ്പൂ ഇടലും ഇതൊക്കെ. ഫുൾ ക്ലീൻ മൊട്ട അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങനെ വലിയ ഇതായിട്ടൊന്നും നടക്കാൻ പറ്റും എന്നെ കേട്ടോ. അപ്പോൾ ഈ നമ്മൾ 5-ാമത്തെ സ്റ്റെപ്പ് അതില് എന്താ പറയാ, അങ്ങനെ ഒരാളെടുത്ത് കണ്ടെത്തി നമ്മൾ പറയുമ്പോൾ ആ ഒരു അവസ്ഥയായിരിക്കും പള്ളിയിൽ പോയിട്ട് വരുന്ന പോലെ ഉണ്ടാവും. കാരണം വേറൊരു കാരണം ഇപ്പോ എന്താ പറയാ, ഞാൻ വലിയ അഹങ്കാരം കാട്ടാൻ പറ്റൂല. കാരണം എൻ്റെ എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരാളുണ്ട് ഈ ലോകത്ത്. എല്ലാ രഹസ്യങ്ങളും അറിയുന്ന ഒരാളുണ്ട് ഈ ലോകത്ത് എന്നുള്ള ചിന്ത വരുമ്പോ ഞാൻ എന്നെ തന്നെ എന്താ പറയാ, വലിയ ഇതാക്കാൻ പറ്റൂല. മറ്റത് ഒളിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പലതും കളിക്കുന്നത്. അതായത് ഒളിക്കാൻ വേണ്ടിയിട്ട് ആരും അറിയരുത്. കുടിക്കുന്ന സമയത്ത് വോഡ്ക വാങ്ങി അടിക്കാൻ കാരണം എന്താന്ന് പറഞ്ഞാല് സ്മെല്ല് അറിയാൻ പാടില്ല, ആരും അറിയരുത്. പക്ഷെ ഞാൻ നല്ല മൂടായിരിക്കണം. ഞാൻ മെയിൻ എൻ്റെ ഉദ്ദേശം അതാ, എല്ലാ തെറ്റുകളും ചെയ്യണം, പക്ഷെ ഒരാളും അറിയരുത്. അതാണ് എൻ്റെ ഒരു ഇത്. ആരും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇനിയും അത് ചെയ്യും. അപ്പൊ അങ്ങനെ എൻ്റെ മനസ്സിൽ ആരും അറിയാൻ പാടില്ല, ഞാൻ എന്ത് തെറ്റ് ചെയ്താലും ഒരു മനുഷ്യൻ അറിയരുത് എന്നുള്ള ഒരു മനസ്സിലൂടെ വാഴ്ന്നുകൊണ്ടിരുന്ന ജോൺസനാണ് ചെറുപ്പം മുതൽ. വേണ്ടാത്തതൊക്കെ ചെയ്യും, അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ ചെയ്യും, പക്ഷെ ഇത് ഒരാളും അറിയരുത് എന്നുള്ള ആ ഒരു ഇതാണ് സുഹൃത്തുക്കളെ. പക്ഷെ ഈ 5-ാമത്തെ സ്റ്റെപ്പിൽ ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ദൈവം സാക്ഷിയായിട്ട് ഒരു മനുഷ്യന്റെ മുമ്പിൽ ഞാൻ അത് പറയുമ്പോൾ അവിടെ എൻ്റെ അഹങ്കാരം തകർക്കപ്പെടും. അതായത് അവിടെ അത് ചുക്കുനൂറായി പോവും. കാരണം അത്ര മാത്രം വേണ്ടാത്ത കാര്യങ്ങൾ അതൊന്ന് പറഞ്ഞൊന്ന് റിലീസ് ആകുമ്പോൾ ഭയങ്കര ഹാപ്പിയാ സുഹൃത്തുക്കൾ. പിന്നീട് അത് ചെയ്യാൻ പറ്റൂല. പിന്നീട് എനിക്ക് ആ ഒരു ചിന്തന, എൻ്റെ ഇതൊക്കെ അറിയുന്ന ഒരാളുണ്ട് എന്നുള്ള ആ ഒരു ദൈവം സാക്ഷിയായിട്ട്, മൂപ്പരത് വലിയ കാര്യമൊന്നും, മൂപ്പരത് ഒരു കഥ പോലെ കേട്ട് അത് ഒഴിവാക്കും, അത്രേ ഉള്ളൂ. പക്ഷെ എനിക്കൊരു വലിയൊരു റിലീസ് ഉണ്ടാവും. എൻ്റെ മനസ്സിന് കിട്ടുന്ന ആ ധാർമ്മിക നിലവാരത്തെ ഞാൻ കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങൾ എൻ്റെ സുഹൃത്തിനടുത്ത് ഞാൻ പറയുമ്പോൾ പറഞ്ഞപ്പോ കിട്ടിയ ഒരു ആശ്വാസം, എന്താ പറഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള ആ ഒരു ഇതൊക്കെ പോയി. എൻ്റെ എന്താ പറയുക, ഇൻവെന്ററി എടുത്തപ്പോൾ ഉണ്ടായിരുന്ന ആ കച്ചറകളൊക്കെ, ആ സ്റ്റോക്ക് എടുക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ വേണ്ടാത്ത വിൽക്കാത്ത കാര്യങ്ങളൊക്കെ, അതായത് അങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കണ പോലെ എന്നെ അസ്വസ്ഥനാക്കിയ ഒരുപാട് സ്വഭാവങ്ങൾ എന്നെ വിട്ട് മാറ്റാൻ ആ ഒരു വലിയ ശക്തി, ആ ഒരു ദൈവം സഹായിച്ച സുഹൃത്തുക്കൾ. അത് എവിടെ പറ്റിയ ആൽക്കഹോളിക് അനോണിമസ് അല്ലാണ്ട്, ഈ ഒരു പരിപാടി അല്ലാണ്ട് വേറെ എവിടെ പോയിട്ട് എനിക്ക് സാധിച്ചിട്ടില്ല കേട്ടോ. കാരണം ഞാൻ തന്നെ കണ്ടെത്തി, ഞാൻ തന്നെ ഒഴിവാക്കുക. മറ്റത് അങ്ങനെയല്ല, പല നാട്ടുകാരും പറഞ്ഞ് കണ്ടെത്തും, ഞാൻ ഒഴിവാക്കൂല. പല നാട്ടുകാരിൽ പല ആൾക്കാരും അതൊക്കെ പറയും, ജോൺസ ഇതാണ് നിന്റെ പ്രശ്നം, അതാണ് നിന്റെ പ്രശ്നം. അപ്പോൾ ഞാൻ എന്നെ പരിശോധിക്കുക, കുഴപ്പമൊന്നുമില്ല, അല്ല അവര് വെറുതെ പറയണം അങ്ങനെ ഇങ്ങനെ. കാരണം ഈ മറ്റുള്ളവർ പറയുന്നതൊന്നും എനിക്ക് അംഗീകരിക്കാൻ പറ്റൂല. അതന്നെ വലിയൊരു രോഗം. അവരെന്ത് പറഞ്ഞാലും അതിലൊരു കുറവ് കണ്ടെത്തുക. അപ്പൊ ഇവര് പറയുന്നതൊന്നും കേൾക്കുന്നില്ല, അതുകൊണ്ട് എനിക്കത് പ്രവർത്തിക്കുന്നില്ല. പക്ഷെ ഇന്ന് ഇവരാരും പറഞ്ഞു തന്നിട്ടൊന്നും അല്ല, ഏകാര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അയൽവാസികളോ അമ്മ പറഞ്ഞിട്ടോ ഭാര്യ പറഞ്ഞിട്ടോ ഒന്നും അല്ല. എന്റെ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ തന്നെ കണ്ടുപിടിച്ചത്. ഞാൻ തന്നെ കണ്ടുപിടിച്ചപ്പോൾ അതിൽ കളവ് ഉണ്ടാവൂല. കാരണം എനിക്കറിയാം, എന്താ പറയുക, അത് കളവ് ചെയ്തു കഴിഞ്ഞാൽ ദൈവം കാണുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം. അതുകൊണ്ട് എന്താ പറയാ, ഇതൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ്. അപ്പൊ എനിക്ക് അതിന്ന് റിക്കവറി കിട്ടും സുഹൃത്തുക്കളെ. കാരണം ഇതിപ്പോ ഇപ്പോഴും ഞാൻ ഒളിച്ചും മറിച്ചും പാത്തും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അടി കിട്ടിക്കൊണ്ടേയിരിക്കും. എത്ര വർഷമായാലും അതിനുള്ള തപ്പ് സെഞ്ച, അതായത് തെറ്റ് ചെയ്യുകയാണെങ്കിൽ ദണ്ഡന കറക്റ്റായിട്ട് കിട്ടും. അത് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട് സുഹൃത്തുക്കൾ. അതുകൊണ്ട് ഞാൻ അന്ന് മനസ്സിലാക്കിയ എൻ്റെ ധാർമ്മികത്തിന്റെ അവസ്ഥകൾ, എൻ്റെ ആ ഒരു എന്താ പറയാ സ്വഭാവ വൈകല്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഓരോന്ന് എന്താ പറയാ, ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ
ഐസ് കട്ടീന്റെ അടിഭാഗം കാണാൻ പറ്റും. അടിയിലെത്തും അത്. നമ്മൾ ഇങ്ങനെ ഞാനൊക്കെ ഇങ്ങനെ പരിശോധിച്ച് നോക്കുമ്പോൾ ഒരുപാട് ആന്തരികമായിട്ട് ഒരുപാട് ചെറുപ്പം മുതലേ എന്താ പറയുക, കുടുംബത്തിലുള്ള ആൾക്കാരോട് ചെയ്ത് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് സുഹൃത്തുക്കൾ. അതൊന്നും ഇപ്പൊ എന്താ പറയാ ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റില്ല, അത്ര മാത്രം ഇതുണ്ട്. പക്ഷെ സ്പോൺസർ എടുത്ത് എനിക്ക് എന്തു കാര്യം ഉടച്ചു പറയാം. എന്റെ ഭാര്യയ്ക്ക് അറിയാത്ത കാര്യങ്ങൾ എന്റെ അമ്മയ്ക്ക്, വേറെ ഈ ലോകത്ത് ഒരു മനുഷ്യനും അറിയില്ല ആ കാര്യം. പക്ഷെ ഞാനത് സ്പോൺസർ എടുത്ത് പറയാണ് ഓപ്പൺ ആയിട്ട്. അവിടെ ഭയങ്കര ഒരു ധൈര്യമാണ്, ഒരു വിശ്വാസം. കാരണം ദൈവത്തിന്റെ മുമ്പിൽ നിർത്തിയിട്ടാണ് ഞാൻ പറയുന്നത്. വേറെ ഇതൊന്നും, ആ രഹസ്യം പുറത്തു പോയി എന്റെ കാര്യം കഴിഞ്ഞു. പക്ഷെ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. കാരണം ആൽക്കഹോളിക് അനോണിമസിലെ അംഗങ്ങൾ എന്താ പറയാ വിശ്വസ്ത സേവകരാണെന്ന് പറയുന്ന പോലെ നല്ല ആൾക്കാരാണ്. അതുകൊണ്ട് പുറത്തു പോകില്ല. ആ അനോണിമിറ്റി, ഞാൻ പറയുന്ന ആ രഹസ്യങ്ങൾ, അനോണിമിറ്റി എപ്പോഴും എന്താ പറയാ അത് ഇതായിരിക്കും, സേഫ്റ്റി ആയിരിക്കും, പുറത്തു പോകില്ല എന്നുള്ളൊരു വിശ്വാസമാണ്. ഇപ്പൊ തന്നെ ഞാൻ മീറ്റിങ്ങിലൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഓപ്പൺ ആയിട്ട് കേൾക്കില്ല, എയർഫോൺ വെച്ചിട്ട് കേൾക്കുള്ളൂ. സംസാരിക്കുമ്പോൾ പോലും നാലാൾക്കാരുള്ള സ്ഥലത്ത് നിൽക്കൂല, ഞാൻ മാറി നിന്നിട്ട് സംസാരിക്കുള്ളൂ. കാരണം അനോണിമിറ്റിയാണ് ആൽക്കഹോളിക് അനോണിമസ്. ആ ഒരു വിശ്വാസം ഈ ഒരു പ്രോഗ്രാമിന്റെ തന്നത്. മറ്റത് എവിടെ പോയാലും എന്തു പറഞ്ഞാലും അത് രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ആ കുടുംബക്കാർ ഈ കുടുംബക്കാർ അവിടെ ഇവിടെയൊക്കെ അറിയും. പക്ഷെ ആൽക്കഹോളിക് അനോണിമസിലാകുമ്പോൾ ഞാൻ ദൈവം സാക്ഷിയായിട്ട് ഒരു മനുഷ്യന്റെ അടുത്ത് എന്റെ കാര്യം പറയുമ്പോൾ അത് പുറത്തു പോകില്ല എന്നുള്ളൊരു വിശ്വാസം, എന്താ പറയാ ആ ഒരു അനോണിമിറ്റി ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാം തന്ന സുഹൃത്തുക്കളെ. അപ്പോഴാണ് എൻ്റെ എന്താ പറയുക ഞാൻ എൻ്റെ കാര്യങ്ങളെല്ലാം ഒരാൾക്ക് അറിയുകയും ചെയ്യാം, പക്ഷെ അയാൾ ആരടുത്തും പറയുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ അടുത്ത് പറഞ്ഞ പോലെയാണ്, എന്നോടും ദൈവത്തോടും മൂന്നാമത്തെ ഒരാളോടും എൻ്റെ ഈ അനിയന്ത്രിത അവസ്ഥകളൊക്കെ ഞാൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ അവസ്ഥ ഒന്ന് മാറിയത് കേട്ടോ. ആ അവസ്ഥ എനിക്ക് മാറാൻ പറ്റിയത് അത് പറഞ്ഞുകൊണ്ടാണ്. പക്ഷെ അത് കണ്ടെത്തി ഞാൻ അത് പറയണം. അത് കണ്ടെത്താതെ ഇരുന്ന് കഴിഞ്ഞാല് ഞാൻ ഒരിക്കലും എന്താ പറയാ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ആൽക്കഹോളിക് അനോണിമസിൽ എല്ലാവരും പറയും സ്റ്റെപ്പ്, നമ്മളെ പടികൾ എന്ന് പറയുന്ന ആ സ്റ്റെപ്പ് കയറണമെങ്കിൽ തലയിൽ ഭാരമൊന്നും ഉണ്ടാകാൻ പാടില്ല, എന്നാൽ ഫ്രീ ആയിട്ട് കയറാന്ന് പറയും. അപ്പൊ അതുപോലെയാണ് എൻ്റെ ഒരു അവസ്ഥ. ആൽക്കഹോളിക് അനോണിമസിൽ വന്നിട്ട് ഞാൻ ഈ തലയിൽ ഈ വേണ്ടാത്ത കാര്യങ്ങളും ഈ വേണ്ടാത്ത സ്വഭാവ വൈകല്യങ്ങളൊക്കെ വെച്ചിട്ട് സ്റ്റെപ്പ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നടക്കൂല, പോകാൻ പറ്റൂല. ഒന്ന് രണ്ടും മൂന്നും കയറും, പിന്നെ അതിന്റെ മേലെ കയറൂല, പിന്നെ ചാടി മേലെ ലിഫ്റ്റിൽ കയറുന്ന പോലെ കയറേണ്ടി വരും. ആൽക്കഹോളിക് അനോണിമസ് സ്റ്റെപ്പ് അല്ലാണ്ട് ലിഫ്റ്റ് ഇല്ല എന്ന് പറയാം. അപ്പൊ ഇതിനെല്ലാത്തിലും പോണം. എല്ലാത്തിലും പോയാലേ എനിക്ക് എന്താ പറയാ നല്ലൊരു ജീവിതം കിട്ടുള്ളൂ സുഹൃത്തുക്കൾ. അതാണ് ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ അങ്ങനെയാണ്. ഞാൻ മദ്യത്തിന് മുമ്പിൽ ശക്തിഹീനാണ്, ഞാൻ എന്നെ തന്നെ ഒന്ന് ഉറപ്പിച്ച് ഒരു സറണ്ടർ ആയതിന്റെ ശേഷം പിന്നീടാണ് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത്, വിട്ടുകൊടുക്കുന്നത്. പിന്നെ ദൈവത്തിൽ ഈ മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്ന ആ ദൈവത്തിൽ ഞാൻ വിട്ടുകൊടുക്കുന്നു പൂർണ്ണമായിട്ടും എന്താ പറയാ ഞാൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല്, വിട്ടുകൊടുത്തു കഴിഞ്ഞാല് പിന്നീട് ഈ നാല് അഞ്ചൊന്നും ചെയ്യല് വലിയ കാര്യമൊന്നും ആയിരിക്കില്ല, പേടി ഉണ്ടാവില്ല. കാരണം ഞാൻ ദൈവത്തിലേക്ക് വിട്ടു, മൂന്ന് കഴിഞ്ഞിട്ടാണല്ലോ നാലിലേക്ക് വരുന്നത്. അപ്പൊ പിന്നെ ദൈവത്തിലേക്ക് വിട്ടു കൊടുത്തുക്കണല്ലോ. പക്ഷെ എന്താണ്, ഞാനിത് എന്നെ പരിശോധിക്കുകയാണ്, എന്നെ തന്നെ ഒന്നും കൂടി പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ്. ഫസ്റ്റ് തന്നെ കഴിഞ്ഞ കാര്യം, പക്ഷെ എങ്കിൽ പോലും ഈ നാലാമത്തേൽ വരുമ്പോൾ ഒന്നും കൂടി പോസ്റ്റ്മോർട്ടം ചെയ്താലേ വീണ്ടും ഞാൻ പോകാതിരിക്കുള്ളൂ, കുടിക്കാതിരിക്കുള്ളൂ. പക്ഷെ ഒന്ന് രണ്ട് മൂന്ന് മാത്രമാണെങ്കിൽ ഞാൻ വീണ്ടും കുടിക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. വളരെ അതെന്താ പറയാ ഈ അഹങ്കാരം മാറൂല, എന്റെ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങൾ മാറാതെ ഞാൻ ഇതിൽ നിലനിൽക്കാനും പറ്റൂല. ഈ പഴമക്കാരൊക്കെ നോക്കിയാൽ ഒരുപാട് ആൽക്കഹോളിക് അനോണിമസിൽ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞ ആൾക്കാരൊക്കെ നോക്കുമ്പോൾ വളരെ സോഫ്റ്റ് ആയിരിക്കും. വളരെ എന്താ പറയാ അങ്ങനെയാ പോവുക. കാരണം അവര് അത് ആ ഒരു പ്രോഗ്രാമിൽ പോണതുകൊണ്ടാണ്. അല്ലാതെങ്കിൽ പിന്നെ എന്താ പറയാ ഇപ്പൊ കുറച്ച് ആൾക്കാർ ദിവസമായിട്ട് വന്ന ആൾക്കാരൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ എന്താ പറയാ അഹങ്കാരമായിട്ട് ഞാനൊക്കെ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. അത് ഈ പ്രോഗ്രാമിലൂടെ പോകുമ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഒരു എളിമ വരിക. അപ്പൊ ഈ എന്റെ അഹങ്കാരം മാറണമെങ്കിൽ, അഹങ്കാരമാണ് ആണിവേർന്ന പറയുക, അത് അങ്ങോട്ട് പറിച്ചു കളഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള ചീട്ടുകെട്ട് ഇതുപോലെ വീകുന്ന പറയാം, ബാക്കിയുള്ള സ്വഭാവത്തിനൊക്കെ മാറ്റം വരും. അഹങ്കാരം മാറാണ്ട് ഞാൻ നിൽക്കുകയാണെങ്കിൽ എന്താ പറയാ ബാക്കിയുള്ളതൊന്നും പോവില്ല. അഹങ്കാരമാണ് ആണിവേർ, അതാണ് ഈ മരം നിൽക്കാനുള്ള ഏറ്റവും വലിയ വേരാണ്. അതങ്ങോട്ട് തകർത്ത് കഴിഞ്ഞാൽ ബാക്കി അങ്ങോട്ട് വീണോളും. ബാക്കി ചില്ലകളാണ് ചെറു ചെറുതൊക്കെ, അതൊക്കെ വേഗം കരിഞ്ഞു പുകഞ്ഞു പോകും. പക്ഷെ ഈ ആണിവേർ എന്ന് പറഞ്ഞ ഈ അഹങ്കാരം എന്ന് പറയുന്ന സാധനം എൻ്റെ എടുത്ത് മാറ്റണമെങ്കിൽ ഞാൻ ഒരാളുടെ അടുത്ത് മനസ്സ് തുറക്കണം. എങ്കിൽ മാത്രമേ ഈ അഹങ്കാരം വിട്ടു പോവുള്ളൂ. അപ്പോൾ ഞാൻ ആലോചിക്കുക, ഇത് ചെയ്യണോ, ഇത് വേണോ, എത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടോ, വേണ്ടല്ലേ, കുടിക്കാതിരുന്നാൽ മതിയല്ലോ. ഇനി ഇങ്ങനെ തന്നെ പോയി നോക്കാം, എത്ര ദിവസം പോകുന്നു, ഇത്ര ദിവസം പോയല്ലോ, മീറ്റിംഗ് മിസ്സാക്കാണ്ട് പോയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ബാക്കിയുള്ളത് എനിക്ക് പേടി, അതായത് ഒരാളടുത്ത് എങ്ങനെ ഈ എന്റെ കാര്യങ്ങൾ പറയാ, അതൊന്നും പറ്റൂല എന്നുള്ള
ഇതൊക്കെ എഴുതാനൊക്കെ പറ്റും. അങ്ങനെ എൻ്റെ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങൾ, ഞാൻ എങ്ങനെയൊക്കെയാണ്, എൻ്റെ വൈകല്യങ്ങൾ എന്താണ്, എൻ്റെ നല്ലത് എന്താണ്, ചീത്ത എന്താണ്, ഒക്കെ എനിക്ക് എഴുതാൻ പറ്റും. പക്ഷെ ഒരാളടുത്ത് പറയാൻ പറഞ്ഞാല് അവിടെ ജോൺസൺ കുറച്ചു നേരം ഇതാവും, വെയിറ്റ് ആവും. കാരണം എന്താന്ന് പറഞ്ഞാല് അത് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഇത് പോകുമല്ലോ. അതായത് എൻ്റെ എന്താ പറയാ, ഈഗോ ടച്ച് ചെയ്യുന്ന കാര്യമാണ് അത്. ഇത് എൻ്റെ സ്വഭാവത്തിന്റെ പ്രശ്നങ്ങൾ. അതൊരു മനുഷ്യനെ അറിഞ്ഞു കഴിഞ്ഞാല് എൻ്റെ എന്താ ഒരു ആണ്, അത് ഞാനൊരു ആണാണ് എന്നുള്ള ഒരു ഇത് പോകും. ഏഹ് ഭയങ്കര എൻ്റെ ഇമേജിനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് ഈ അഞ്ചാമത്തെ പടി എനിക്ക് വേണ്ട. എൻ്റെ സ്പോൺസർ വേണ്ട, ഇങ്ങനത്തെ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ മുന്നോട്ട് നടക്കുകയാണെങ്കിൽ വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ തന്നെ ആയിരിക്കും. പണിയിൽ പ്രശ്നം, വീട്ടിൽ പ്രശ്നം, ഭാര്യേൻ്റെ അടുത്ത് പ്രശ്നം, കുട്ടികളുടെ അടുത്ത് പ്രശ്നം. ഒരു സമാധാനം ഉണ്ട്. കുടിക്കൂല, പക്ഷെ ഭ്രാന്തനെ പോലെ ഇങ്ങോട്ട് ഈ നായ്ക്കള് അലയണ പോലെ അങ്ങനെ അലയുക, ഒരു സമാധാനം കിട്ടാണ്ട്. എന്താ പറഞ്ഞാ എത്തിയും പോയി. എത്തിയിട്ടില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, ഡീഹൈഡ്രേഷൻ സെന്ററോ അല്ലെങ്കിൽ ഏതെങ്കിലും ധ്യാന കേന്ദ്രങ്ങളിൽ പോയി കിടന്ന് കുറച്ച് ദിവസം അങ്ങനെയൊക്കെ പോയിരുന്നു. പക്ഷെ ആൽക്കഹോളിക് അനോണിമസിൽ കള്ളത്തരം നടക്കൂല. ഇതിൽ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ ഈ പ്രോഗ്രാമിൽ ഞാൻ ഈ കണ്ടെത്തിയ കാര്യങ്ങൾ ഒരാളുടെ അടുത്ത് പെട്ടെന്ന് പറഞ്ഞാലേ എനിക്കതൊരു സമാധാനം കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ ഇത് കിടന്ന് മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെ തോണ്ടി തോണ്ടി കുറ്റബോധത്തിലേക്ക് വരും. ചേടാ, ഞാൻ ഇത്രയും മോശപ്പെട്ട മനുഷ്യനായിരുന്നല്ലോ, ഞാൻ ഇത്ര ഇങ്ങനെ ആയിപ്പോയല്ലോ, അങ്ങനെ ആയിപ്പോയല്ലോ എന്നുള്ള ആ ഗിൽറ്റി ഫീലിംഗ് വന്ന് 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 അവസാനം പോയിട്ട് കുടിയിലേക്ക് എന്നെ കൊണ്ടുപോയി വിടും. അതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കണം മുമ്പ് തന്നെ ഞാൻ ഒരാളെ കണ്ടെത്തിയിരിക്കണം എന്നുള്ളതാണ്. ഒരു സ്പോൺസറെ കണ്ടെത്തണം, എന്നിട്ട് വേണം ഈ നാലാമത്തേലേക്ക് ഇറങ്ങാൻ. അതല്ലാണ്ട് ഞാൻ ഫസ്റ്റ് 4 എഴുതി കഴിഞ്ഞിട്ട് ബാക്കി ഒരാൾ തിരയാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പം കിട്ടൂല, ചിലപ്പം കിട്ടാൻ സമയമാവും. അതുകൊണ്ട് എപ്പോഴും വന്ന പാടും, അതായത് ഞാൻ മനസ്സിലാക്കിയത്, എൻ്റെ പഴമക്കാരൊക്കെ എനിക്ക് പറഞ്ഞു തന്നത്, ആൽക്കഹോളിക് അനോണിമസിൽ വന്നു കഴിഞ്ഞാൽ ഈ 90 ദിവസം 90 മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ പ്രോഗ്രാമിലേക്ക് ഇറങ്ങണം. എന്നിട്ട് നമ്മൾ ഒരാളെ കണ്ടെത്തണം. അപ്പൊ ഒരു സ്പോൺസർ എന്നൊന്നും പറഞ്ഞിട്ടില്ല. നിനക്ക് ഞങ്ങളെല്ലാരും വിട്, നിനക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരാൾ ഉണ്ടാവും. കാരണം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അതേ ഫീൽഡിൽ പോയ ഒരു വ്യക്തിയാണ് എനിക്ക് കിട്ടിയത്. കാരണം അവർക്ക് എന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ആൽക്കഹോളിക് അനോണിമസിൽ തന്നെ ചിലവർ നന്നായിട്ട് കുടിച്ചിട്ട്, അതായത് ഡീസെന്റ് ആയിട്ടുള്ള കുടിയന്മാരുണ്ട്, നല്ല മോശപ്പെട്ടത് തന്നെ. എന്റെയൊക്കെ പരക്കുടിയായി പോയി. അപ്പൊ അതേപോലെ പരക്കുടീനെ എനിക്ക് ആവശ്യം വരുള്ളൂ, എനിക്ക് ഇപ്പൊ സ്പോൺസർ വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനത്തെ ആൾക്കാരെ ഞാൻ ആദ്യമേ കണ്ടെത്തി വെച്ച് അവരുടെ അടുത്ത് ഞാൻ ഒന്ന് രണ്ട് അതിന് മുമ്പ് തന്നെ ഞാൻ അയാളുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചു, ഒരുപാട് കാര്യങ്ങൾ. എന്നിട്ടാണ് ഞാൻ 4ലും 5ലൊക്കെ എത്തുന്നത്. ഇത് കണ്ടെത്താണ്ട് ഞാൻ ഇതിൽ മുന്നോട്ട് പോകാൻ പറ്റൂല. ഇപ്പൊ കുടിക്കണ മുമ്പേ നമ്മൾ ടോക്കണിലൊക്കെ പറയുന്ന പോലെ കുടിക്കുന്ന മുമ്പേ ഒരാളെ വിളിക്കണമെങ്കിൽ ഒരാൾ വേണ്ടേ? ഇല്ലാണ്ട് വിളിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് ഈ കുടിക്കുന്ന മുമ്പേ വിളിക്കാനുള്ള ആളാണ് ഞാൻ കണ്ടെത്തിയ ഒരു ആള്. പക്ഷെ പിന്നെ കുറച്ച് കാലത്തിന് മാത്രം ആവശ്യം വന്നുള്ളൂ എന്നുള്ള കേട്ടോ. കുറച്ച് ഒരു 2-3 വർഷമൊക്കെ അങ്ങനെ വേണ്ടി വന്നു. പിന്നീട് എന്താ പറയാ, പ്രോഗ്രാം കുറച്ചും കൂടി ഒന്ന് ഇതാക്കാൻ തുടങ്ങിയപ്പോൾ, ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്താ പറയാ, സ്പോൺസറൊക്കെ എപ്പോഴെങ്കിലും ആവശ്യം വന്നിട്ടുള്ളൂ. കാരണം എന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി, ഞാൻ ഇത് കടന്നുപോയി, എന്റെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തി. അതായത് 4 കഴിഞ്ഞ് 5ലേക്ക് എത്തി, ഇനി 6ലേക്ക്. ദൈവത്തോട് എൻ്റെ ഗുണകോളാറുകൾ, എൻ്റെ ഈ കണ്ടെത്തിയ ഈ ധാർമ്മിക നിലവാരത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ അവിടെ ഞാൻ പറയാൻ, ദൈവത്തിനോട് പറയാൻ തയ്യാറാകണം. തയ്യാറായിട്ട് പിന്നീട് ഞാൻ എന്താ പറയാ, അത് മുട്ടുമടക്കി ദൈവത്തോട് പറഞ്ഞാൽ മാത്രമേ അത് മാറുള്ളൂ. അല്ലാതെ സ്പോൺസറോട് പറഞ്ഞിട്ട് മാറുന്നില്ല. സ്പോൺസറോട് പറയുമ്പോൾ എനിക്ക് ദൈവത്തോട് പറയാനുള്ള ശക്തി കിട്ടുകയാണ്. അതായത് ഈ ആ മാറി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് കിട്ടുകയാണ്, ആ ഒരു പ്രാർത്ഥനയിൽ, 7ാമത്തെ പ്രാർത്ഥനയിൽ. ഇത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ, അതായത് സ്പോൺസറെ കണ്ടെത്തി ഇത് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റതും അവിടെയും ഞാൻ ഒളിച്ചു കളിക്കും. ഒരു താഴ്വ്, ഒരു എളിമ എനിക്ക് വരൂല സുഹൃത്തുക്കൾ. എളിമ വരണമെങ്കിൽ എൻ്റെ അഹങ്കാരം അത് അടിച്ച് തകർക്കപ്പെടണം. അത് പെട്ടാൽ മാത്രമേ എനിക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ്. ഒരുപാട് ശ്രമങ്ങൾ റിലാപ്സ് ആയിട്ടും, റിലാപ്സ് ആയതൊക്കെ ഇപ്പൊ റിലാപ്സ് ആയിട്ട് ഒരു എത്ര 13 മുതൽ 19 വരെ നിന്ന് ആ ഒരു 6 കൊല്ലമും എനിക്ക് ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ അഹങ്കാരം കാരണമാണ് ഞാൻ വീണ്ടും വീണ്ടും കുടിച്ചത്. അഹങ്കാരം കാരണമാണ് ഞാൻ വീണ്ടും വീണ്ടും ഓരോരോ പ്രശ്നങ്ങളിലേക്ക് പോയത് എന്നുള്ള ആ തിരിച്ചറിവൊക്കെ എന്താ പറയാ, ആ ഒരു റിലാപ്സിന്റെ ടൈമിലാണ് എനിക്ക് കിട്ടിയത്. എന്നിട്ടാണ് ഞാൻ പ്രോഗ്രാമിലേക്ക്, ആൽക്കഹോളിക് അനോണിമസിൽ വന്നിട്ട് എന്താ പറയാ, ഈ പ്രോഗ്രാം എന്താണെന്ന് മനസ്സിലാക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് സുഹൃത്തുക്കൾ ഒരുപാട് കാര്യങ്ങൾ. ഈ 4ഉം 5ഉം പടികളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ട്ടോ. എനിക്ക് കുടിക്കാതെ മാത്രം ഇരുന്നാൽ പോരാ. അതുകൊണ്ടാണ് എനിക്ക് സമാധാനമായിട്ട് ജീവിക്കണം. ഇത്രയും കൊല്ലം കുടിച്ചിട്ട് പല അവമാനത്തിലും പല എന്താ പറയുക ആൾക്കാരെ കൊണ്ട് ദൂഷിക്കപ്പെട്ടിട്ടൊക്കെ ജീവിച്ച മനുഷ്യനാണ്. ഇനി ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കണം. ഇനിയുള്ള ദിവസങ്ങളിൽ എനിക്ക് എന്താ പറയാ, സോബറിറ്റി, അതായത് സോബറിറ്റിന്റെ കൂടെ ഹാപ്പി, അതായത് എന്താ പറയാ, സാധാരണ മനുഷ്യന്മാർ തരുന്ന പോലെ സന്തോഷമൊന്നും അല്ല ആൽക്കഹോളിക് അനോണിമസ് ഉദ്ദേശിക്കുന്നത്. മാനസികമായിട്ടൊരു ആനന്ദമുണ്ട്.
ആ ഒരു ആനന്ദമാണ് എൻ്റെ ഉള്ളിൽ വേണ്ടത്. ആദ്യം എന്താണ് സ്പിരിറ്റ് ആണ് ഫുള്ള് ശരീരത്തിലെങ്കിൽ ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമിലൂടെ പോവുകയാണെങ്കിൽ ഹോളി സ്പിരിറ്റ് കിട്ടും. അതാണ് മാറ്റം കേട്ടോ, വേറെ ഒന്നല്ല. ആ ഒരു ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞ സംഭവം കിട്ടിക്കഴിഞ്ഞാല് പിന്നീട് സന്തോഷം തന്നെ കേട്ടോ. പിന്നീടുള്ള ജീവിതം എന്ത് പ്രശ്നമായിക്കോട്ടെ, പണിസ്ഥലത്ത് ഇനിയിപ്പൊ പുറത്ത് ലോകത്ത് എന്തോ നടക്കട്ടെ, ആര് ഭരണത്തിൽ വന്നാൽ എന്ത്, ആര് എങ്ങനെ പോയാൽ എന്ത്, എന്തോ ഇനിയിപ്പോ അടുത്ത് മഴ വന്ന് ഇനിയിപ്പോ ഉരുൾപൊട്ട എന്തോ ആയിക്കോട്ടെ, നോ പ്രോബ്ലം. ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഹാപ്പി ആയിട്ട് ജീവിക്കും. അതാണ് ആൽക്കഹോളിക് അനോണിമസിന്റെ ഈ അഹങ്കാരം തകർക്കപ്പെടുമ്പോൾ, ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് വരുമ്പോൾ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു അനുഭവമാണ് സുഹൃത്തുക്കളെ. അല്ലാതെ കുടിക്കാതെ മാത്രം ഞാൻ മുന്നോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ആവശ്യവും എനിക്ക് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് വേണ്ട. എനിക്ക് പ്രോഗ്രാമിനൊന്നും ആവശ്യം വരില്ല. കുടിക്കാതെ മാത്രം നടന്നാൽ മതി എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിൻ്റെ ഒന്നും ആവശ്യം വരില്ല. പക്ഷെ എപ്പോഴെങ്കിലും എന്താ പറയാ, പോയി കുടിച്ചോന്നൊന്നും അറിയില്ല. കാരണം അത്രമാത്രം അവിടേക്ക് എത്തിക്കും ഓരോരോ പ്രശ്നങ്ങൾ. എനിക്ക് നേരിടുന്ന ഓരോരോ പ്രശ്നങ്ങളും എന്താ പറയാ, കുടിക്കാതെ മാത്രം നിൽക്കുമ്പോൾ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഒരുപാട് സ്വഭാവത്തിന്റെ ഇതൊക്കെ ഇങ്ങനെ എണീച്ച് നിൽക്കും. സ്വഭാവത്തിന്റെ വൈകല്യങ്ങളൊക്കെ, ദേഷ്യമൊക്കെ പെട്ടെന്ന് വരും. പെട്ടെന്ന് ആദ്യം വന്നതിനെക്കാട്ടിയും ചെറുപ്പത്തൊക്കെ വന്നതിനെക്കാട്ടിയും വളരെ സ്പീഡിൽ ഇപ്പൊ വരും. അതാണ് പെട്ടെന്ന് ഇറിറ്റേഷൻ ആകുന്ന ഒരു സ്വഭാവം. അതൊക്കെ എന്താ പറയാ, കുടിക്കാതെ മാത്രമാണെങ്കിൽ ഇതൊക്കെ ഒന്നും കൂടി വീര്യം വെക്കും. ദേഷ്യം വീര്യം വെക്കും, സെക്സ് വീര്യം വെക്കും, അസുഖം ഭയങ്കരമാകും. പിന്നെ ഭാര്യനെ സംശയിക്കില്ല, അത് സംശയരോഗം കുറച്ചും കൂടി കൂടും. പണ്ടെന്റെ കുടിച്ചെന്നുള്ളതിനെക്കാട്ടിയും ബാക്കിയുള്ള സമയങ്ങളിൽ എനിക്ക് കൂടും. കുടിച്ചു നിൽക്കുമ്പോൾ അത് വരെ അത്ര വരെ എനിക്ക് അറിയില്ല. പക്ഷെ കുടിക്കാതെ ഞാൻ ആൽക്കഹോളിക് അനോണിമസിൽ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ആദ്യമൊക്കെ ഒരു 5-10 100 എത്തും ദേഷ്യമൊക്കെ, അങ്ങനെ പ്രഷർ വരും സുഹൃത്തുക്കൾ. പക്ഷെ അതുകൊണ്ടാണ് ആൽക്കഹോളിക് അനോണിമസ് ഈ ഒരു പ്രോഗ്രാം എനിക്ക് തന്നിട്ടുള്ളത്. ജോൺസ് അത് മാത്രം പോരാ, കടന്നു പോകണം. സ്റ്റെപ്പ് ഇങ്ങനെ മാറി കയറി കയറി പോകണം. എങ്കിൽ മാത്രമേ എനിക്ക് ഹാപ്പിനെസ്, ഉള്ളിലെ ആ ഒരു ആനന്ദം കിട്ടുള്ളൂ എന്നുള്ളത്. അതും ഇവർ പറയുന്നത് ആൽക്കഹോളിക് അനോണിമസിൽ എന്താ പറയാ, കുടിച്ച ടൈം മുതലല്ല നോക്കാൻ പറഞ്ഞത്. അതാണ് ഏറ്റവും വലിയൊരു എന്താ പറയാ. ഞാൻ വിചാരിച്ചു കുടിച്ചത് 13ാമത്തെ വയസ്സിലാണല്ലോ, അപ്പൊ മുതൽ എന്താ സംഭവം എന്ന് നോക്കിയാൽ മതി എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതല്ല. എനിക്ക് എപ്പോഴാണോ ബുദ്ധി വെച്ചത്, എനിക്ക് എപ്പോഴാണോ എന്താ പറയാ ഓരോരോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങിയത്, അന്നു മുതൽ നിന്നെ പരിശോധിക്കണം എന്നാണ്. അതാണ്, അതിൽ കുറെ ഒരുപാടുണ്ട്. ചെറുപ്പത്തൊക്കെ എന്താ പറയാ, ഈ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ഞാൻ ബാറ്റും ചെയ്യും ബോളും ചെയ്യും കേട്ടോ. ഞാൻ പോയ പാടും ബാറ്റും ബോളും വാങ്ങി കയ്യിൽ വെക്കും. വെച്ചിട്ട് ടോസ് ഇടും. ബാറ്റിംഗ് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ബാറ്റ് ഞാൻ ചെയ്യുള്ളൂ. ഇനി ബോളിംഗ് കിട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ബോൾ ഞാൻ ചെയ്യും. അപ്പൊ തന്നെ അവിടെ തുടങ്ങിയിരിക്കണ അഹങ്കാരം. അവിടെ തുടങ്ങിയിരിക്കണ എന്റെ അഹങ്കാരം എന്നുള്ളതാണ്. അതിപ്പോ ഏല് വന്നപ്പോൾ എനിക്ക് മനസ്സിലായത്. കാരണം ഞാൻ ഫസ്റ്റ് ചെയ്യണം. ഞാൻ ഫസ്റ്റ് ബോൾ ചെയ്യും ബോളിംഗ് ആണെങ്കിൽ. ബാറ്റിംഗ് ആണെങ്കിൽ ഞാൻ ഓപ്പൺ ചെയ്യും, ഞാൻ ഫസ്റ്റ് ഇറങ്ങുള്ളൂ. ഇതാണ് എന്റെ പ്രശ്നം. അത് ഇപ്പോഴല്ല തുടങ്ങിയത്, പണ്ടേ ഉണ്ട്. പണ്ട് ചെറുപ്പത്തിൽ ക്രിക്കറ്റ് കളിക്കുമ്പോഴേ തുടങ്ങി. അതിന് മുമ്പേ ഉണ്ട്. എൻ്റെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ എന്താ പറയാ, എനിക്കും എൻ്റെ ചേച്ചിക്കൊക്കെ എപ്പോഴും അടിയും തല്ലുണ്ടാവും. കാരണം ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് പശു ഉണ്ടായിരുന്നു. അപ്പോൾ പാല് കറക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം കറക്കും, ചേച്ചി ഒരു ദിവസം കറക്കണം, അങ്ങനെയാണ്. അപ്പൊ ചേച്ചി ഒരു ദിവസം പോയില്ലെങ്കിൽ ഞാനും കിടന്ന് എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കും അറിയോ. ഭയങ്കര പ്രശ്നം, ഭയങ്കര എന്താ പറയാ, അവള് തന്നെ ചെയ്യണം, അങ്ങനെയാണ് അങ്ങനെയാണ് എന്നുള്ള ആ ഒരു എന്താ പറയാ, ഒരുമാതിരി സ്വഭാവത്തിന്റെ ചെറുപ്പം മുതലേ എനിക്ക് അതൊക്കെ കുറച്ച് അമിതമായിട്ടുണ്ട് എന്നുള്ളത്. ദേഷ്യം വന്നിട്ട് കോമ്പസിൽ ഒരുത്തനെ കുത്തിക്കണ് സ്കൂളിൽ. എന്നിട്ട് അത് വലിയ പ്രശ്നമായി. ദേഷ്യം പിടിച്ചിട്ട് ചെയ്ത കാര്യമാണ്. കോമ്പസ് എടുത്ത് കുത്തുക പുറത്തേക്ക്. എന്നിട്ട് അത് വലിയ പ്രശ്നമായി. പിന്നെ ചെറിയ ചെക്കന്മാരായതുകൊണ്ട് അപ്പൊ ആറിലായിട്ട് പഠിക്കുന്നുള്ളൂ ഞാൻ. ആ സമയത്താണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അപ്പൊ അങ്ങനെ എൻ്റെ ഉള്ളില്, എനിക്ക് വിവരം തിരിഞ്ഞത് മുതൽ ഒരുപാട് സ്വഭാവത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ട് എൻ്റെ ഉള്ളിൽ. ഇത് ഞാൻ എവിടെ വന്നിട്ടാ കണ്ടെത്തുന്നത്? ഇവിടെ ഈ ഏല് വന്നതിന്റെ ശേഷം, ഈ 36 വയസ്സിന്റെ ശേഷം, 2-3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊക്കെ ഇതിലേക്കൊക്കെ വരുന്നത്. ഈ ധാർമ്മിക നിലവാരം ഇതൊക്കെ മനസ്സിലാക്കി എന്റെ പ്രശ്നങ്ങൾ, എന്റെ സ്വഭാവങ്ങൾ ഇതൊന്നും മനസ്സിലാക്കാൻ എനിക്ക് താല്പര്യമേ ഇല്ലായിരുന്നു പണ്ട്. അതെന്തോ ആയിക്കോട്ടെ, കുടിക്കാതിരുന്നാൽ മതിയില്ലേ ഇപ്പൊ. കുടിയാണല്ലോ ഏറ്റവും വലിയ കാര്യം. അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ എല്ലാം സൂപ്പർ ആയില്ലേ, സ്വർഗം ആയില്ലേ, ഈ ലോകം തന്നെ എന്നൊക്കെ വിചാരിച്ച് നടന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഇതൊന്നും താല്പര്യമില്ല. വേറെ ഒന്നും വേണ്ട, കുടിക്കരുത്. കുടി നിർത്തണം എന്നുള്ള ആഗ്രഹമുണ്ട്, അതുകൊണ്ട് എനിക്ക് കുടിക്കാൻ പാടില്ല, ഞാൻ കുടിക്കാൻ, എനിക്ക് അതിന് ഇഷ്ടമാണെന്നൊക്കെ പറയും. പക്ഷെ വേറെ ഒന്നും ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ലായിരുന്നു. അപ്പോഴൊക്കെ എന്താ പറയാ, ഈ ഒരു അഹങ്കാരം ഉണ്ടായി ഉണ്ടായി വന്ന് വന്ന് വീണ്ടും 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 കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. കുറച്ച് ദിവസം നിൽക്കും, കുറച്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെയും കുടിക്കും.
ഇപ്പോൾ കുറെ റിലാപ്സിന്റെ ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്കൊക്കെ ആദ്യം ഞാൻ വിചാരിച്ചു എനിക്കൊന്നും അങ്ങനെ സംഭവിക്കില്ല, അത് അവർക്ക് അങ്ങനെ സംഭവിച്ചു, എനിക്കൊന്നും അങ്ങനെ ആവില്ല എന്നൊക്കെ വിചാരിച്ച. പക്ഷെ എനിക്ക് ആയപ്പോഴാണ് മനസ്സിലായത് സംഭവം ഭയങ്കര ഡേഞ്ചറാണ്. ഇതിൽ നിന്നിട്ട് വീണ്ടും കുടിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ളത്. എനിക്കത് വീണ്ടും വീണ്ടും വരും. വീണ്ടും ഞാനൊരു 2 മാസം നിൽക്കും, 3 മാസം നിൽക്കും, വീണ്ടും കുടിക്കും. പിന്നെ കുറെ ബുദ്ധിമുട്ടി നിരങ്ങി, എന്റെ മുട്ടിലൊക്കെ നിരങ്ങി വരുന്നെന്ന് പറഞ്ഞ പോലെ അങ്ങനെ നിരങ്ങി വീണ്ടും മീറ്റിംഗിലേക്ക് വരും. പിന്നെയോ ഭയങ്കര ശക്തമായിട്ട് ഞാൻ ഇനി കുടിക്കൂല ദൈവം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞ് അതാ പിന്നെയും കിടക്കണം മൂത്രച്ചാലില്. ഇതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് പോവുക. അപ്പോഴാണ് സുഹൃത്തുക്കളെ എന്നെ തന്നെ വെറുക്കുന്നത്. കാരണം എനിക്കിത് പറ്റുന്നില്ലല്ലോ ദൈവമേ, ഇനിയിപ്പോ ഞാൻ ജീവിക്കണം, ഞാൻ എത്ര ശ്രമിച്ചിട്ടും നടക്കുന്നില്ല. എന്നോട് തന്നെ വെറുപ്പ് വന്നിട്ടാണ് ഈ സൂസൈഡ് ചെയ്യാനൊക്കെ പോകുന്നത്. അപ്പോഴാണ് ഈ മരുന്ന് വാങ്ങി കുടിക്കലും. എന്താ പറയാ, എനിക്ക് ഇഷ്ടമല്ല, എന്നെ തന്നെ കണ്ണാടിയിൽ കാർക്കിച്ച് തുപ്പുവാണ് ഞാൻ. അത്രയും എന്താ പറയാ, ഞാൻ വിചാരിച്ചത് നടക്കണില്ലേ. ഞാൻ അത് വിചാരിച്ചിട്ട് നടക്കാത്തത് കൊണ്ട് എനിക്ക് എന്നെ തന്നെ വെറുപ്പ് വന്നു സുഹൃത്തുക്കൾ. അങ്ങനെയാണ് ഞാൻ ആത്മഹത്യയിലേക്ക് അതിലേക്കൊക്കെ എൻ്റെ മനസ്സ് പോണതും ഞാൻ പ്രവൃത്തിയിലേക്ക് ഇറങ്ങുന്നതൊക്കെ അങ്ങനെയാണ്. അപ്പോൾ അത് ഞാൻ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. ഈ ഒരു പ്രശ്നങ്ങൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ എന്താ പറയാ, ഞാൻ വീണ്ടും വീണ്ടും കുടിക്കും. എത്ര വർഷം, നമ്മൾ ബുക്കിൽ തന്നെ 25 വർഷം കഴിഞ്ഞിട്ട് കുടിച്ചവൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. ഒരു 4 മാസം കഴിഞ്ഞ പാടും കുടിച്ചിട്ട് അവന് 25 വയസ്സ് വർഷം കുടിക്കാതെ പിന്നെ ഒരു കുടി തുടങ്ങിയിട്ട് നല്ല സന്തോഷമായിട്ട് കുടിക്കാന്ന് വിചാരിച്ചിട്ട് തുടങ്ങിയതാ മൂപ്പര്. 4 മാസത്തിൽ തന്നെ അവൻ കഥ മുടിന്തത് എന്ന് എഴുതിയിട്ടുള്ളു ബുക്കില്. അവന്റെ കഥ കഴിഞ്ഞെന്നാ എഴുതിയിട്ടുള്ളു. അതാണ് അവസ്ഥ. അപ്പൊ എത്ര വർഷം കഴിഞ്ഞിട്ട് കുടിച്ചാലും എനിക്ക് ഇതാവും. അതുപോലെ തന്നെ ഞാൻ പ്രോഗ്രാമിലല്ലെങ്കിൽ എപ്പോഴും കുടിക്കാൻ ചാൻസ് ഉള്ളതാണ്. എപ്പോഴും. കഴിഞ്ഞ ആഴ്ച നമ്മളെ മീറ്റിങ്ങിൽ വന്നപ്പോൾ ഒരാൾ പറഞ്ഞ പോലെ, അതൊരു തമാശയായിരുന്നു എങ്കിൽ പോലും അത് കേൾക്കുമ്പോൾ അതായിരുന്നു സത്യമാണ് മൂപ്പര് പറഞ്ഞത്. വേറെ ഒന്നുമില്ല. പെട്ടെന്ന് ബാറിന്റെ ബോർഡ് കണ്ടപ്പോ ചൊവ്വാഴ്ച ഞങ്ങളോട് മീറ്റിംഗ് ഉണ്ട്. അപ്പോ മൂപ്പര് അയ്യോ ഇന്ന് കുടിക്കണ്ട, ഇന്ന് മീറ്റിംഗ് ഉണ്ടല്ലോ എന്ന്. അപ്പൊ മൂപ്പര് വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഇത് പറയാ. അതാണ് എന്റെ ചിന്തകളിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. എപ്പോഴെങ്കിലും ചാൻസ് കിട്ടിയാ കുടിക്കാം എന്നുള്ള ആ ഒരു തോന്നല് എൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടേയിരിക്കും സുഹൃത്തുക്കളെ. പക്ഷെ ഈ 4-5 പടികൾ ഞാൻ കടന്നു പോവുകയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ ഭയങ്കര മാറ്റം ഉണ്ടാവും. നമ്മൾ 9ാമത്തെ ഇതിൽ പറയുന്നുണ്ട്, പടികൾ കഴിഞ്ഞിട്ട് നമ്മൾ വാഗ്ദാനങ്ങളിൽ പറയുന്ന ഒരു സന്തോഷമൊക്കെ ഉണ്ട്. അതൊക്കെ അനുഭവിക്കണമെങ്കിൽ ഞാൻ ഇത് പാസ് ചെയ്തേ പോയി പറ്റുള്ളൂ. അല്ലെങ്കിൽ 1-2 കഴിഞ്ഞ് നേരെ 12 പോയിട്ട് എന്താ പറയാ, ഈ സന്ദേശം എടുത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. സ്റ്റെപ്പായിട്ട് തന്നെ കയറി പോകണം. അപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ഈ അഹങ്കാരത്തിന് ഒരു കുറച്ചല്, അതായത് ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. ഇത് മാറുമ്പോൾ എൻ്റെ ജീവിതം മാറും, എൻ്റെ സ്റ്റൈല് മാറും, അതായത് എൻ്റെ സ്വഭാവത്തിന്റെ സ്റ്റൈല് മാറും. മറ്റത് ഞാൻ എല്ലാവരെയും കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ, അതായത് കുടീന്റെ കാരണം എല്ലാം പുറത്തുള്ള ആൾക്കാരാണ് എന്ന് കരുതിയ ഞാന് ഈ പ്രോഗ്രാമിലൂടെ ഈ 4ാമത്തെ പടിയിൽ ഞാൻ കണ്ടെത്തിയപ്പോൾ, എൻ്റെ സ്വഭാവത്തിന്റെ വൈകല്യങ്ങളെ ഞാൻ കണ്ടെത്തിയപ്പോൾ എല്ലാത്തിൻ്റെയും കാരണം ഞാനാണ് എന്നുള്ള ആ ഒരു മനസ്സിലേക്ക് വരാൻ പറ്റി. മറ്റത് അതുവരെക്കും ഞാൻ പുറത്തുള്ള ആൾക്കാരാണ് എൻ്റെ തെറ്റുകളൊക്കെ, ഞാൻ കുടിക്കാൻ കാരണം, ഞാൻ കുടിച്ചതിന്റെ കാരണം, ഞാൻ സ്കൂളിൽ പോയിട്ട് പഠിക്കാത്തതിന്റെ കാരണം, എനിക്ക് നല്ല ജോലി കിട്ടാത്ത കാരണം, ഇതൊക്കെ മറ്റുള്ള ആൾക്കാരായിരുന്നു സുഹൃത്തുക്കൾ. മറ്റുള്ള ആൾക്കാരാണ് എന്നുള്ള ഇതിലാണ്. പിന്നെ എൻ്റെ അമ്മ നല്ല പഠിപ്പിച്ചില്ല, എൻ്റെ അച്ഛൻ നല്ല നോക്കിയില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കുറ്റം പറഞ്ഞിട്ട്, എൻ്റെ ഭാര്യ കല്യാണം കഴിച്ച് ശരിയില്ല, അവള് അങ്ങനെ ആയിപ്പോയി ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളത്, അങ്ങനെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുള്ള ഞാൻ, അത് മാറാൻ പറ്റിയത് ഞാൻ 4ാമത്തെ സ്റ്റെപ്പിൽ എൻ്റെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തിയപ്പോൾ ഞാൻ കുടിക്കാനുണ്ടായ കാരണങ്ങളൊക്കെ ഞാൻ തന്നെയാണ്, എൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ കാരണമാണെന്ന് പറഞ്ഞപ്പോൾ ഒക്കെ ഫ്രീ ആയി. ഇപ്പൊ ആരെ കണ്ടാലും ഒരു ദേഷ്യമല്ല. കാരണം അവരൊന്നും അല്ലല്ലോ, പ്രശ്നം ഞാനല്ലേ, പ്രശ്നക്കാരൻ ഞാനാണ്. ഇതൊക്കെ ഉണ്ടായത് ഞാൻ ഉണ്ടാക്കി വെച്ചത് ഞാനാണ്. എല്ലാ പ്രശ്നങ്ങൾക്കും ജോൺസൺ ആണ് ഫുൾ റെസ്പോൺസിബിലിറ്റി, അത്രേ ഉള്ളൂ. ഫുൾ ഉത്തരവാദിത്തം ഞാനാണ്. അപ്പൊ പിന്നെ എനിക്ക് ആ മറ്റുള്ളവരോടുള്ള ദേഷ്യം വെറുപ്പൊക്കെ മാറിക്കിട്ടി സുഹൃത്തുക്കളെ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് മാറൂല. ഇപ്പോഴും ഞാൻ ജോൺസൺ ഇത്ര വർഷം കുടിച്ച അങ്ങനെ അങ്ങനെ അതൊക്കെ വീട്ടില് ശരിയില്ലടാ, അവര് ശരിയില്ല, ഞങ്ങൾ വീട് നിൽക്കുന്ന സ്ഥലം ശരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഞാൻ കാരണങ്ങളെ പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ ഇന്ന് ആര് എന്ത് കഴിഞ്ഞാലും കുടിക്കാനുണ്ടായിരുന്ന കാരണം ഞാൻ തന്നെയാണ്. കുടിച്ചിട്ടുണ്ടായിരുന്ന മൊത്തം പ്രശ്നങ്ങൾക്കും ഫുൾ ഉത്തരവാദി ഞാൻ തന്നെയാണ് എന്നുള്ള ആ ഒരു മനസ്സിലേക്ക് എൻ്റെ ധാർമ്മിക നിലവാരത്തെ ഞാൻ വിലയിരുത്തിയപ്പോൾ എനിക്ക് മാറാൻ പറ്റിയ സുഹൃത്തുക്കളെ.
അത് എവിടെ കിട്ടുക? ആൽക്കഹോളിക് അനോണിമസ് അല്ലാണ്ട് വേറെ എവിടെ പോയിട്ടും എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കേട്ടോ. അത് ഇനി ഇപ്പൊ നമ്മളെ ബുദ്ധിത്തിന്റെ ഇതാണോ എന്നൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് ഇവിടെയാണ് എനിക്ക് சரியான ഇടം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, വേറെ ഒന്നല്ല. சரியான ഇടം, തമിഴിൽ കറക്റ്റ് ആയിട്ട് പറയും, சரியான ഇടം சரியான നേരം അതിശയങ്ങൾ നടക്കും. അപ്പൊ അതുപോലെ എന്റെ കറക്റ്റ് സ്ഥലം ഇത് തന്നെയാണ്. വേറൊന്നും എവിടെ പോയാലും ഇപ്പൊ നേരത്തെ ഏതോ സുഹൃത്ത് പറഞ്ഞ പോലെ എനിക്ക് ഈ ആൽക്കഹോളിക് അനോണിമസിലായിരിക്കുമ്പോഴാണ് എന്നെ കേൾക്കുന്ന ആൾക്കാർ, എന്റെ മനസ്സ് മനസ്സിലാക്കുന്ന വ്യക്തികൾ ഉള്ളത്. അപ്പൊ അവരുടെ അടുത്തല്ലേ ഞാൻ മനസ്സ് തുറക്കേണ്ടത്. അല്ലാണ്ട് വേറെ ഒറ്റന്റെ അടുത്തൊക്കെ പറഞ്ഞു പോകണ്ട, അവര് അപ്പൊ ആയി പോയി എന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് കളിയാക്കി ചിരിക്കും. ഇപ്പൊ ഡി എഡിഷൻ സെന്ററിലൊക്കെ പോയിട്ട് സംസാരിക്കുമ്പോൾ കൗൺസിലിങ്ങിലൊക്കെ ഈ കൗൺസിലർമാർ അതൊക്കെ കേട്ടിട്ട് വേറെവർക്ക് ക്ലാസ് നടത്തുകയാണ്. മദ്യാസക്തിന് ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ അവർക്കുള്ള ഒരു അനുഭവമൊന്നും ഇല്ല. അവർ ഫുൾ തിയറിയാണ്. ഞാൻ ഇവിടെ ഫുൾ പ്രാക്ടിക്കലാണ്, തിയറി അല്ല. ഇവിടെ ഇപ്പൊ കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളും എൻ്റെ അതേ ഫീലിംഗ്, അതായത് അതേ ഒരു മാനസിക അവസ്ഥയിൽ വന്ന ആൾക്കാരാണെന്ന് പറയുമ്പോൾ ആ ഒരു ഐക്യം ഇവിടെ ഇന്നത്തെ ഡി ആറിൽ പറയുന്ന പോലെ ആരും രാജാവ് മന്ത്രി ഒന്നും വലിയ ആളൊന്നും ആരുമില്ല. കടവുള്ള ഒരാൾ, മനസാക്ഷിയിലൂടെ പ്രവർത്തിക്കുന്ന ആ സ്നേഹനിധിയായ ദൈവം. അത് നമ്മള് ഒരു മനസാക്ഷി, ഗ്രൂപ്പിന്റെ മനസാക്ഷി എന്ന് പറയും. അപ്പൊ അതുപോലെ ഇവിടെ അതാണ് വലുത്. വേറെ ആരുമില്ല. കാരണം എല്ലാവരും തുല്യരാണ് എന്നുള്ളത് എനിക്ക് ഇവിടെ മനസ്സിലാക്കാൻ പറ്റിയ സുഹൃത്തുക്കൾ. അതുകൊണ്ടാണ് ഇതിൽ നിൽക്കുന്നത് കേട്ടോ. വേറെ എന്ത് പരിപാടിയിൽ പോയാലും അവിടെ അവൻ്റെ അടുത്ത് കാറുണ്ട്, ഇവൻ്റെ അടുത്ത് കാറുണ്ട്, അവൻ വലിയ ആളാണ്, ഇവൻ വലിയ ആളാണ്, അവനെ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുക. പക്ഷെ എയിൽ അങ്ങനെയില്ല. എയിൽ നല്ല വലിയ റിച്ച് ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പോലും എല്ലാവരും ഒറ്റ ലക്ഷ്യമാണ്. ഇന്നത്തെ ഒരു ദിവസം ആദ്യത്തെ മദ്യം മാറ്റി വെക്കണം എന്നുള്ള ആ ഒരു തീരുമാനത്തിൽ നടക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് എനിക്കിത് ഇവിടെ മനസ്സ് തുറന്ന് പറയാൻ പറ്റുന്നുണ്ട്. ഇവിടെ വേറെ ഇപ്പൊ ഈ മീറ്റിംഗിൽ തന്നെ അല്ലാത്ത ഒരാൾക്കാർ ഉണ്ടോ ഇല്ലെന്നൊന്നും അറിയില്ല. പക്ഷെ ഉണ്ടെങ്കിൽ എനിക്ക് ഫിസിക്കൽ മീറ്റിംഗിലൊക്കെ പോകുമ്പോൾ ഞാൻ എന്താ പറയാ, ഇവിടെ ആൽക്കഹോൾ അല്ലാത്ത ഒരാൾ, ഇപ്പൊ പള്ളിയിൽ അച്ഛനോ ഇനി പോലീസുകാരനോ ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റൂല. കാരണം പറഞ്ഞാൽ എൻ്റെ അനോണിമിറ്റി അവിടെ അല്ല. കാരണം അവൻ അറിയേണ്ട ആവശ്യമില്ല, അയാൾ അറിയേണ്ട ആവശ്യമില്ല, ആ സിസ്റ്റർ അറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. എല്ലാവരും സെയിം സെയിം പാറ്റേൺ എന്ന് പറയുന്നത് എല്ലാവരും സെയിം ആണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഇവിടെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റും സുഹൃത്തുക്കളെ. അങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ആ മാറ്റങ്ങൾ, അത് സ്പോൺസർ അടുത്താവാം, മീറ്റിങ്ങിലാവാം, അല്ലെങ്കിൽ ഫോണിലൂടെ ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും പുതുമക്കാരുടെ അടുത്ത് ആവാം, ആരടുത്തായാൽ പോലും ഞാൻ മനസ്സ് തുറന്ന് പറയുന്നത്. ഇത് എവിടുന്നാണ് ഫസ്റ്റ് ഞാൻ പഠിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അഞ്ചാമത്തെ പടിയില. എൻ്റെ ധാർമ്മിക നിലവാരത്തെ ഞാൻ മനസ്സിലാക്കി മറ്റുള്ള ഒരാളെടുത്ത് ഞാൻ പറയുമ്പോഴാണ് ശരിക്കും ഓപ്പൺ ആയിട്ട് ഷെയർ തന്നെ തുടങ്ങുന്നത്. അതിന് മുമ്പ് വരെ ഞാൻ മനസ്സ് തുറന്ന് സംസാരിക്കൂല. ഞാൻ പറയും, ഞാനൊരു ബൈക്ക് വാങ്ങിക്കുന്നു ഇത്ര ദിവസമായി, പിന്നെ എൻ്റെ വീട്ടിൽ ഒരു സ്റ്റൗ വാങ്ങി, അത് വാങ്ങി, ഇത് വാങ്ങി, എൻ്റെ കിട്ടിയ പോയ പണി കിട്ടി. ഏഹ് അതായത് എന്നെ പോസിറ്റീവ് ആക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുള്ളൂ ഞാൻ. അതായത് എൻ്റെ പിണങ്ങിപ്പോയ ഭാര്യ വന്നു, എൻ്റെ കുട്ടീനെ സ്കൂളിൽ ചേർത്തി, ഇതൊക്കെ നല്ല കാര്യമാണ്, ഇല്ല എന്ന് പറയുന്നില്ല. പക്ഷെ വേറെ എനിക്ക് മോശപ്പെട്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. അനുഭവം ശക്തിയും പ്രതീക്ഷ എന്ന് പറയുമ്പോൾ എല്ലാം കൂടി വരണം. പക്ഷെ അത് ഞാൻ പറയില്ല. അപ്പൊ പറഞ്ഞ കുറച്ചിലായിരിക്കും. ഞാൻ ഇനിയിപ്പോ അത് പറയണം, ഇവിടെ പറയണം, നല്ലത് മാത്രം പറയാം. അത് പറഞ്ഞാൽ അവനെന്ത് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവൻ എന്താ വിചാരിക്കുക, അയാളിപ്പോ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കും, ഞാനൊരു പെണ്ണുപിടിയനാണെന്ന് പറഞ്ഞാൽ അവനെന്താ എന്നെ വിചാരിക്കുക, ഓ ജോൺസേട്ടൻ ഭയങ്കര പണ്ട് അങ്ങനെ ആയിരുന്നു വിചാരിക്കൂലേ. അങ്ങനെയൊക്കെ എൻ്റെ മനസ്സിന് തോന്നി സുഹൃത്തുക്കളെ. പക്ഷെ ഞാൻ ഈ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ എൻ്റെ സ്പോൺസറുടെ അടുത്ത് എൻ്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ, എൻ്റെ ധാർമ്മിക നിലവാരം, എൻ്റെ സ്വഭാവത്തിന്റെ വൈകല്യങ്ങൾ ഞാൻ അവിടെ പറഞ്ഞപ്പോൾ എനിക്ക് മീറ്റിങ്ങിലൊന്നും പറയുന്ന വിഷയമേ അല്ലാണ്ടായി. എന്ത് കാര്യവും ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നുണ്ട്. അതാണ് മനസ്സ് തുറന്ന് സംസാരിക്കാൻ പറ്റണമെങ്കിൽ ഒരാളെടുത്തെങ്കിലും ഞാൻ അതിന്റെ ട്രെയിനിങ് എടുത്തിട്ടുണ്ടാവും. ഓപ്പൺ ആയിട്ട് പറയാം എങ്കിൽ പോലും മാത്രമേ എനിക്ക് ഇവിടെ വന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ സുഹൃത്തുക്കളെ. എന്ന് ഞാൻ മനസ്സ് തുറന്ന് സംസാരിക്കാൻ തുടങ്ങിയോ അന്ന് മുതൽ എനിക്ക് റിക്കവറി തന്നെയാണ്. എൻ്റെ ഒരുപാട് മാറ്റങ്ങൾ, എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് ഒരുപാട് മുറിവുകളുണ്ട്. അത് ആൾക്കാർക്കൊന്നും അറിയില്ല. എൻ്റെ അമ്മയ്ക്ക് അച്ഛനക്ക് പോലും അറിയില്ല സുഹൃത്തുക്കൾ. അത്രമാത്രം ശൂന്യത നിറഞ്ഞ എൻ്റെ മനസ്സാണ്. ഞാൻ പറഞ്ഞ കാര്യവും കാരണം അത്രമാത്രം ഏകാന്തനായിട്ടൊക്കെ, എന്താ പറയുക, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എന്നെ കാണാൻ രസമില്ല, ഒരു ഗിൽറ്റി ഫീലിംഗ്. എനിക്ക് നല്ല ഷർട്ടില്ല. അതായത് ഒരു നീല ഫാന്റ് വാങ്ങും ക്രിസ്മസിന്, അത് തന്നെയാണ് സ്കൂൾക്ക് ഇടുക, അത് തന്നെ ഇവിടേക്ക് ഇടും. ചെരുപ്പ് ഉണ്ടാവൂല. 7ാം ക്ലാസ് വരെ ട്രൗസർ ഇട്ടിട്ടാ പോയത് ഞാൻ, 7ാം ക്ലാസ് വരെ. എല്ലാവരും നല്ല നല്ല ചെക്കന്മാര് നല്ല നല്ല പുതിയ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് എനിക്കൊന്നുമില്ല. ഞാൻ ഭയങ്കര ഇതായി പോയി. ഭയങ്കര എനിക്ക് എന്താ പറയാ, എല്ലാവരും നന്നായിട്ട് വരുമ്പോ, ഇപ്പൊ കുട്ടികളുടെ ഒരു ഇതായിരിക്കും, കാരണം എല്ലാവരും നന്നായിട്ട് വരുമ്പോ എനിക്ക് അത് പറ്റുന്നില്ല.
എനിക്ക് യൂണിഫോം അല്ലാത്ത വേറൊരു സാധനം എൻ്റെ കയ്യിലില്ല. അതായത് വേറൊരു ഡ്രസ്സ് എൻ്റെ കയ്യിലില്ല. ഇതൊക്കെ എൻ്റെ മനസ്സിൽ ചെറിയ ചെക്കനായിരിക്കുമ്പോൾ തന്നെ ആ ഒരു ഗിൽറ്റി ഫീലിംഗ് സുഹൃത്തുക്കളെ അതുണ്ടായിരുന്നു, ഒരുപാട് ഒരുപാട്. പക്ഷെ ഇവിടെ വന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അതൊക്കെ മാറി. ഇപ്പൊ എന്താ പറയുക, ഈ ലോകത്തെ ഏറ്റവും സന്തോഷമുള്ള ആളാരെ ഞാൻ എന്നെ പറയുള്ളൂ, ഞാൻ ഐ എം ഹാപ്പി എന്ന് പറയുള്ളൂ. കാരണം ഒന്നുമില്ല, ഇപ്പോഴും ഡ്രസ്സും കാര്യങ്ങളും എല്ലാത്തിലും ബാക്ക് തന്നെയാണ്, എല്ലാത്തിലും ഒന്നും ആയിട്ടൊന്നുമില്ല. വീട് വാടക എല്ലാം ഉണ്ട്, എല്ലാ പ്രശ്നങ്ങളും കുട്ടികളുമായിട്ടും എല്ലായിട്ടും സ്കൂൾ അങ്ങനത്തെ ഫീസിന്റെ അതൊക്കെ എല്ലാം ഉണ്ട് സുഹൃത്തുക്കളെ. പക്ഷെ അതൊന്നും എന്താ പറയുക എൻ്റെ സുബോധത്തിന്, എൻ്റെ സന്തോഷത്തിന്, എൻ്റെ ആനന്ദത്തിന് തകർക്കുന്നില്ല എന്നുള്ളതാണ്. അത് ഈ മനസ്സ് തുറന്ന് സംസാരിച്ചുകൊണ്ടാണ്. അതിന് ട്രെയിനിങ് എടുത്തത് ഞാൻ എൻ്റെ സ്പോൺസർ എടുത്താണ്. കുറെ മണിക്കൂറുകളോളം ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം. ദൈവം ഇത്രയും ചളി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു, അതെടുത്ത് കോരി കളയണോ? അതല്ലാണ്ട് ഞാൻ അത് വെച്ച് താലോലിച്ച് കഴിഞ്ഞാൽ നടക്കൂല. എന്താണ് എൻ്റെ ധാർമ്മിക നിലവാരം? വിലയിരുത്ത് ജോൺസാന്ന് പറഞ്ഞ ഡെയിലി ഞാൻ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ നോക്കും, ഒക്കെ തെറ്റാണ്. ഞാൻ ചെയ്ത ഒരുപാട് കാര്യങ്ങൾ തെറ്റുണ്ട്, ഒരുപാട് മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏഹ് അപ്പൊ അതൊക്കെ മാറണ്ടേ? അതൊക്കെ മാറാണ്ട് നീ കള്ളുകൂടി മാത്രം മാറ്റി വെച്ചാ എങ്ങനെ നടക്കുക കാര്യങ്ങള്? വീണ്ടും കുടിക്കൂലേ? ഉറപ്പാണ്. അപ്പോൾ ഈ ഞാൻ ആദ്യം എഴുതിയ നല്ല കാര്യങ്ങളൊക്കെ ഇപ്പോഴും ചെയ്യാനും ഒക്കെ ഇതുണ്ട്. പക്ഷെ ആ എഴുതി വെച്ച ബാക്കിയുള്ള തെമ്മാടിത്തരങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ, അതാണ് ഓരോ ദിവസവും ട്രെയിനിങ്. ആ എഴുതി വെച്ച ഇന്നത്തെ ആ തെമ്മാടിത്തരങ്ങൾ ഇന്നത്തെ ഒരു ദിവസം ഞാൻ ചെയ്യാണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി ഒരു വർഷത്തിന് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ 10 വർഷത്തിന്, ഇതൊന്നുമല്ല. ദൈവമേ, ഇന്ന് ആദ്യത്തെ കവള എങ്ങനെയാണോ മാറ്റി വെക്കുന്നത് അതുപോലെ ഇന്ന് എൻ്റെ സ്വഭാവത്തിന്റെ വൈകല്യങ്ങൾ ഞാൻ പുറത്തേക്ക് യൂസ് ചെയ്യാണ്ട്, അതായത് പുറത്തേക്ക് വരാണ്ടിരിക്കുമ്പോൾ അത് അങ്ങനെ വീര്യം കുറഞ്ഞു കുറഞ്ഞു വരും. ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ പവർ കൂടിക്കൊണ്ടേ ഇരിക്കുള്ളൂ. പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ കൂടിക്കൊണ്ടേ ഇരിക്കും. ദേഷ്യം പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരുന്നിട്ട് ഞാൻ മീറ്റിംഗിൽ വന്നിട്ട് ദേഷ്യം മാറില്ലെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഫോണ് തുടങ്ങിയിട്ട് ബ്ലൂ ഫിലിമൊക്കെ ഇങ്ങനെ കണ്ട് 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 ഇരുന്നിട്ട് തന്നെ ഇവിടെ വന്നിട്ട് എനിക്ക് സെക്സ് ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നിർത്തണം. ഇത് കാണലും കേൾക്കലൊക്കെ നിർത്തണം. എന്നിട്ട് വേണം ഞാൻ ഒണ്ടേറ്റ ടൈമിൽ മുന്നോട്ട് പോകാൻ. ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒന്നും മാറൂല ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് ഞാൻ ആ കണ്ടെത്തിയ കാര്യങ്ങൾ ഇനി ഒരു ദിവസം ഒണ്ടേറ്റ ടൈമിൽ ഓരോ ദിവസവും ഞാൻ അത് ചെയ്യാണ്ടിരിക്കുന്നുണ്ടോ? ചില ദിവസങ്ങളിൽ പാളി പോകാറുണ്ട്, പക്ഷെ എങ്കിൽ പോലും അടുത്ത ദിവസം ഞാൻ ചെയ്യാണ്ട് അങ്ങനെ കുറയ്ക്കുമ്പോൾ ഓരോ ദിവസം കുറച്ച് വരുമ്പോൾ ഇപ്പൊ ഇന്ന് ഈ മദ്യം മാറ്റി വെച്ച് ഇങ്ങനെ അറ്റ് ടൈമിൽ വന്ന് 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 ഇപ്പൊ 6 വർഷം 11 മാസം 25 ദിവസമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതേപോലെ എൻ്റെ സ്വഭാവത്തിന്റെ ഓരോ വൈകല്യങ്ങളും ഞാൻ കണ്ടെത്തി, എൻ്റെ ധാർമ്മിക നിലവാരത്തിന്റെ ഓരോ കാര്യങ്ങളും അറ്റ് ടൈമിൽ ഞാൻ ചെയ്യാണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട് സുഹൃത്തുക്കൾ. കംപ്ലീറ്റ് കഴിഞ്ഞ് ഞാൻ മറ്റേ രൂപകൂട്ടിൽ ഈ മറ്റേ പുണ്യാളന്മാരൊക്കെ ഇരിക്കണ പോലെ അല്ല പറയുന്നത്. ഇനിയും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ എന്താ പറയാ, ഇന്നത്തെ ഒരു ദിവസം അത് ചെയ്യാണ്ട് ഇന്ന് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതിനൊക്കെ ദൈവത്തിന് നന്ദി പറയാണ്. ഈ ഒരു തിരിച്ചറിവ് മതി, പ്രോഗ്രാമിലൂടെ മുന്നോട്ട് പോയാലും മതി. എന്തിനും നേരിടാം, ഒരു പ്രശ്നമില്ല. ഇനി ഇപ്പൊ എന്താ പറയാ, സിംഹം നേരിട്ട് വരികയാണെങ്കിലും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന പോലെ എന്തു പ്രശ്നങ്ങൾ വന്നാലും അവിടെ നിലനിന്ന് നിൽക്കാൻ പറ്റും. കള്ളുകൂടിയും ഒന്നും ചെയ്യൂല, സ്വഭാവത്തിന്റെ പ്രശ്നങ്ങളും ഒന്നും ആവൂല. കാരണം ഒക്കെ ദൈവഹിതമാണ് നടക്കുന്നത് ഇവിടെ. അല്ലാണ്ട് ഇപ്പൊ ഭൂമി കറങ്ങുന്നത് എൻ്റെ കൺട്രോളിലൊന്നും അല്ല, ഞാനില്ലെങ്കിലും കറങ്ങും. അപ്പൊ അതുപോലെ ഭൂമി തന്നെ തന്നെ കറങ്ങുന്നുണ്ട്, സൂര്യനെ കറങ്ങുന്നതൊക്കെ പറഞ്ഞു കേട്ടുകണ്. പക്ഷെ ഇത് ഞാൻ കറക്കണില്ലല്ലോ, അതങ്ങനെ പ്രപഞ്ചത്തിൽ ഒരു വലിയ ശക്തി ഉണ്ട് എന്നുള്ളൊരു വിശ്വാസം. അപ്പൊ അതാണ് എന്നെയും നടത്തുന്നത്. എന്നെ നടത്തുന്നത് വേറെ വേറെ ആളല്ല. ആ ഒരു ഹൈ പവർ എന്ന് പറയുന്ന ആ ഒരു പവർ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലുള്ളത്. എന്നെയും അതാണ് നടത്തുന്നത്. അപ്പൊ അതിന് കീഴ്പ്പടിഞ്ഞ് നടക്കുക എന്ന് പറയും. അതായത് എൻ്റെ മനസാക്ഷിക്ക് കീഴ്പ്പടിഞ്ഞ് നടക്കുക. അതിന് എന്താ പറയാ, കീഴ്പ്പടിയുന്നതെന്ന് പറഞ്ഞാല് മലയാളത്തില് അതിന് അനുസരിച്ച് നടക്കുക എന്നുള്ളത്. അതിനനുസരിച്ച് ഞാൻ നടക്കുകയാണെങ്കിൽ നല്ലതുണ്ടാവും. അത്രേ ഉള്ളൂ. അപ്പൊ അത് ഞാൻ മനസ്സിലാക്കാൻ പറ്റിയത് ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമിൽ വന്നതിന് ശേഷമാണ്. ഈ ഒരു വിശ്വാസമൊന്നും പണ്ട് ഇല്ല കേട്ടോ. പണ്ടത്തെ വിശ്വാസം വേറെ മോഡൽ, മതപരമായിട്ടൊക്കെ നോക്കുമ്പോഴൊക്കെ വേറെ മോഡലായിരുന്നു. അതൊക്കെ എന്താ പറയുക, ഒരു കിണറ്റിന്റെ ഉള്ളിൽ കിടക്കുന്ന തവളനെ പോലെയായിരുന്നു ആ വിശ്വാസങ്ങളൊക്കെ എനിക്ക് തോന്നിയത്. പക്ഷെ ആൽക്കഹോളിക് അനോണിമസിന്റെ ഈ പ്രോഗ്രാമിൽ വന്ന് ആ ഒരു വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ആ ഒരു ദൈവത്തിലേക്ക് ഞാൻ വിശ്വസിക്കുമ്പോൾ കടലിൽ നിൽക്കണ പോലെയാ. അതായത് അത്ര പരന്ന് വിരിഞ്ഞ് കിടക്കണത്. അല്ലാണ്ട് നേരത്തെ കിടന്നത് ഒരു ചെറിയൊരു കിണറ്റിന്റെ ഉള്ളിലാണ്. അതായിരുന്നു ആ വിശ്വാസം. പക്ഷെ ആൽക്കഹോളിക് അനോണിമസിന്റെ വിശ്വാസം വേറെ ലെവലാ സുഹൃത്തുക്കൾ. അതുകൊണ്ട് എന്താന്ന് പറഞ്ഞാല്, എന്താ പറയാ, എന്ത് പ്രശ്നങ്ങളെയും ഞാനൊക്കെ പണ്ട് കുറെ പള്ളിയിൽ അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് വീണ്ടും വീണ്ടും കുടിച്ചിട്ടുണ്ട്. പക്ഷെ ഏല് വന്നതിന് ശേഷം അതിനേക്കാൾ വലിയ പ്രശ്നം വന്നിട്ട് എനിക്ക് കുടിക്കാതെ എങ്ങനെ ഇരിക്കാൻ പറ്റി എന്ന് പറഞ്ഞ പ്രോഗ്രാമാണ്.
വേറെ ഒന്നുമല്ല, പ്രോഗ്രാമിലൂടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് സുഹൃത്തുക്കൾ. അപ്പൊ ഇന്ന് ഞാൻ ആ പളനിയിൽ മൊട്ടയടിച്ചിട്ട് ഇറങ്ങുന്ന ആൾക്കാരെ പോലെയാണ്. വലിയ അഹങ്കാരമൊന്നും ഇല്ല, തലക്കണ്ണം വെച്ചിട്ടൊന്നും ഇതിൽ നടക്കാൻ പറ്റൂല. അതായത് സീറോ ആണ്, ഒന്നുമില്ല. കാരണം എന്നെ അറിയുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ ഈ ഇതില്. എന്താ പറയാ, എന്റെ ഫുൾ രഹസ്യങ്ങൾ അറിയുന്ന ഒരാൾ എന്റെ മീറ്റിങ്ങിൽ ഉണ്ട്. അപ്പൊ അയാളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കാണുന്ന ഒരു ദൈവമായിട്ട് അയാളടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഇന്ന് അഹങ്കാരം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ട് സുഹൃത്തുക്കൾ, എല്ലാവരുടെ അടുത്തും സന്തോഷകരമായിട്ട്. കാരണം ഒന്നും വലിയ കാര്യമൊന്നുമില്ല. ഒരു വെള്ളപ്പൊക്കം വന്നാൽ തീരാനേ ഉള്ളൂ. അല്ലെങ്കിൽ എന്തിന് രാത്രി കിടക്കുന്ന എൻ്റെ അച്ഛനൊക്കെ, ഇപ്പൊ ഞാൻ, എൻ്റെ അച്ഛൻ ഇവിടെയാണ് മരിച്ചത്, അപ്പോൾ അവിടെയാണ് ഇരിക്കുന്നത് ഞാനിപ്പോ. അപ്പൊ മൂപ്പരൊക്കെ രാത്രി കിടന്നുറങ്ങിയിട്ട് രാവിലെ ആളില്ല, എണീച്ചപ്പോ അങ്ങനെയായിരുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ ഗ്യാരണ്ടി. എൻ്റെ ജീവിതത്തിലൊക്കെ അത്രയേ ഉള്ളൂ. ഇതിനു വേണ്ടിയിട്ടാണ് ഞാൻ, എന്താ പറയാ, പരക്കം പാഞ്ഞ് നടന്നത് എന്നൊക്കെ ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇന്ന് പണിക്ക് പോകുന്നുണ്ട്, കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളിലൊക്കെ നിൽക്കാൻ പറ്റുന്നത്. ഇപ്പൊ അമ്മയ്ക്ക് സുഖമല്ല, അമ്മേൻ്റെ അടുത്ത് വന്ന് നിൽക്കാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും നിൽക്കാനും പങ്കെടുക്കാനും ഒക്കെ പറ്റുന്നത് ഞാൻ ആ കടലിൽ, ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞ കടലിൽ ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങോട്ട് വരുമ്പോ ഭാര്യ പറഞ്ഞു, അവിടെ ഒന്നും പോകണ്ട, എന്താ ഇപ്പൊ പ്രശ്നം, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. പക്ഷെ എനിക്കത് പറ്റൂല. കാരണം എനിക്ക് പരിഹാരമായിട്ട് ജീവിക്കണം. എൻ്റെ അമ്മയാണ്. ഏഹ് അപ്പൊ മരിക്കുന്നോടത്തോളം ഞാൻ നന്നായിട്ട് നോക്കണം. കാരണം അച്ഛനെ നോക്കാൻ പറ്റിയില്ല, പിന്നെ അമ്മേനെങ്കിൽ നോക്കണം. അത് പ്രോഗ്രാം പറഞ്ഞു തന്നതാണ്. കാരണം അച്ഛനെ ഏറ്റവും ഇഷ്ടം അമ്മയാണ്. അപ്പൊ അമ്മനെ നോക്കി അച്ഛനെ ചെയ്ത് പരിഹാരമാവും. അപ്പൊ അതൊക്കെ ഈ ഒരു പ്രോഗ്രാമിലൂടെ പോകുമ്പോൾ സന്തോഷകരമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് സുഹൃത്തുക്കളെ. അല്ലാതെ കള്ളുകൂടി മാത്രം നിർത്തിയിട്ട് നടക്കലല്ല ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞ ഈ ഒരു മീറ്റിംഗ്, ഈ ഒരു പ്രോഗ്രാം. ഈ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ കുടി നിർത്തുന്ന പരിപാടിയൊന്നും അല്ല എന്നുള്ള കാര്യം. കുടി നിർത്തുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് റിലാപ്സ് ആവും. അല്ലെങ്കിൽ ഇനി കുടിക്കാതെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിലും പല പ്രശ്നങ്ങളും ഉണ്ടാവും. അസ്വസ്ഥനായിട്ട് നടക്കും, ഭ്രാന്തനായിട്ട്, കുടിക്കാത്ത കുടിയനായിട്ട്, വരണ്ട കുടിയനായിട്ടൊക്കെ ഞാൻ, എന്താ പറയാ, അയ്യോ മീറ്റിങ്ങിൽ വന്നാലും എനിക്ക് പറയാനുള്ളത് ഇതായിരിക്കും, അയ്യോ ദേ അത് നടന്നിട്ടില്ല കേട്ടോ, ഇത് നടന്നിട്ടില്ല കേട്ടോ എന്ന് പരാതിയും പരിഭവം കണ്ട്. പണ്ട് കുടിക്കുമ്പോൾ ബാറിലിരുന്ന് സംസാരിച്ച പോലെ ഞാൻ ഇവിടെയും വന്ന് സംസാരിച്ചുകൊണ്ടിരിക്കണ്ടേ, ആ ഒരു ഗതിയിലേക്ക് വരും. പക്ഷെ കുടിക്കൂല. പക്ഷെ ഇങ്ങനെ ഇതുകൊണ്ട് ഇതേപോലെ നടക്കേണ്ടി വരും. അതായത് ഇവിടെ വന്നിട്ട് പരദോഷന, ആ മീറ്റിംഗ് ശരിയില്ല, ഈ മീറ്റിംഗ് ശരിയില്ല, അവര് ശരിയില്ല, ഇവര് ശരിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുടിക്കൂലായിരിക്കും. പക്ഷെ ഇതൊക്കെ പറഞ്ഞ് നടക്കായിരിക്കും സുഹൃത്തുക്കൾ. പക്ഷെ ഇന്ന് അതൊന്നും അല്ല കേട്ടോ. ഇന്ന് അതൊക്കെ മാറി, എന്താ പറയാ, അത്രയും നല്ലൊരു ഒരു പ്രോഗ്രാമിലാണ് ഞാൻ. അപ്പൊ ഇവിടെ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകണം. ഇല്ലാണ്ട് ഇവിടെ എൻ്റെ കള്ളക്കളിയോ തമാശ കളിയോ, അതായത് എന്താ പറയാ, ആരും കാണാതുള്ള ആ അതൊന്നും ഇവിടെ നടക്കൂല. ഇവിടെ നല്ല ഒരു പവറിൽ ദൈവം നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നെ എപ്പോഴും, 24 hours എൻ്റെ മേത്ത് കണ്ണുണ്ട്. അപ്പോൾ ഞാൻ തെറ്റുകൾ ചെയ്യാണ്ടും, ഞാൻ ആ ധാർമ്മിക നിലവാരത്തിൽ എഴുതി മനസ്സിലാക്കിയ കാര്യങ്ങളൊന്നും പറയാണ്ട്, അതല്ല ചെയ്യാണ്ട് ഒക്കെ ഞാൻ മുന്നോട്ട് പോകണം. അതായത് പറയാതെന്ന് പറഞ്ഞാൽ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞു നടന്ന ആളാണ്. ആ വായു കൊണ്ട് ഇനി നല്ല വാക്കുകൾ വരട്ടെ. ഇനി ഞാൻ വേണ്ടാത്ത കുറെ പരദൂഷണം കേട്ട് നടന്ന ചെവിയിൽ ഇപ്പൊ എ ആർ റഹ്മാന്റെ, ഇളയരാജന്റെ ഒക്കെ മ്യൂസിക് ഒക്കെയാണ്. അങ്ങനെ മാറട്ടെ. കണ്ടത് ഫുൾ ബ്ലൂ ഫിലിമാ. ഇപ്പൊ കുറെ പ്രകൃതി ഇത് പരമായ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അതാണ് മാറ്റം ട്ടോ. എനിക്ക് സീനറി ഭയങ്കര ഇഷ്ടമാണ്. അതായത് കടല്, ആകാശം. ഈ ടൈറ്റാനിക് പടത്തിൽ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ മേലേക്ക് നോക്കുമ്പോൾ നക്ഷത്രങ്ങൾ ഇങ്ങനെ കുറെ ഉണ്ടാവും. അപ്പൊ ആ സീനൊക്കെ ഞാൻ ഇങ്ങനെ ആലോചിക്കും. ഭയങ്കര ഇഷ്ടമുള്ള പ്രകൃതി, ഭയങ്കര ഇഷ്ട സുഹൃത്തുക്കളെ. കടലും ഈ വെള്ളവും മഴയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്നെ സംബന്ധിച്ച് ആ ഒരു നൊസ്ട്രോളജിയാണ്. അത് വയനാട്ടിൽ ആയതുകൊണ്ടാണോന്ന് അറിയില്ല. പക്ഷെ അങ്ങനത്തെ എനിക്ക് ഭയങ്കര ഇഷ്ടം, ഞാൻ ആസ്വദിക്കുന്നുണ്ട്. പക്ഷെ പണ്ട് ആ കണ്ണ് വെച്ചിട്ട് കണ്ട, എന്താ പറയാ, പുതിയ പുതിയ വേണ്ടാത്ത കാര്യങ്ങളായിരിക്കും ഞാൻ കണ്ടുകൊണ്ടിരുന്നത് സുഹൃത്തുക്കൾ. അതൊക്കെ വലിയൊരു മാറ്റമാണ് കേട്ടോ. ഇതൊക്കെ എന്താ പറയാ, ആൽക്കഹോളിക് അനോണിമസിൽ വന്ന ഈ ഒരു പ്രോഗ്രാമിൽ എൻ്റെ അതൊരു പ്രശ്നമാണ്, സെക്സ് എനിക്ക് പ്രശ്നമാണ്, അമിതമായി കഴിഞ്ഞാൽ പ്രശ്നമാണ് എന്നുള്ള, എന്താ അവിഹിതം പ്രശ്നമാണെന്നൊക്കെ ഞാൻ മനസ്സിലാക്കി അത് മാറ്റി വെച്ചത് കൊണ്ടാണ്. അത് അയാളെടുത്ത് പറഞ്ഞത് കൊണ്ടാണ്. പറഞ്ഞ് ഇപ്പൊ ഞാൻ ചെയ്യാത്തത് കൊണ്ടാണ് സുഹൃത്തുക്കളെ. അപ്പൊ അതുകൊണ്ട് ഇന്ന് എന്താ പറയാ, ആ അതേ ശരീരമാണ് ഇന്നുള്ളത്. പക്ഷെ നല്ല കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് മാത്രം. മറ്റവര് അങ്ങനല്ല. അതേ ശരീരം തന്നെ, കുടിക്കൂല, പക്ഷെ ബാക്കിയുള്ള തെമ്മാടിത്തരങ്ങൾ മൊത്തം മൊത്തം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് അടി വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്, ഒരു സമാധാനം ഇല്ലാതൊക്കെ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അതിന്നൊക്കെ മാറി വളരെ ഹാപ്പി ആയിട്ട്, എന്താ പറയാ, അതിന് ദൈവത്തിന് നന്ദി പറയാം കേട്ടോ. വേറെ ഒന്നിനുമല്ല. അങ്ങനെ ഒരു മാറ്റം തന്ന ആ ഒരു വലിയ ശക്തിക്ക് നന്ദി പറയാണ്. ഈ ധാർമ്മിക നിലവാരങ്ങളൊക്കെ മനസ്സിലാക്കി തന്നതിനും. എന്താ പറയുക, എന്നെ തന്നെ, ഞാൻ ആ കടലിന്റെ അടിയിൽ കിടക്കണ ആ മഞ്ഞിനെ പോലെ, എന്താ പറയാ, അവിടെ അത്രയും ആന്തരികത്തിൽ അത്രയും പ്രശ്നമുണ്ട്. ഉൾമണക്കായ എന്ന് പറയാം. എൻ്റെ ഉള്ളില്, മനസ്സിന്റെ ഉള്ളിൽ അത്രയും വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഞാൻ ആരെടുത്ത് പറയും?
ആരെടുത്തും പറയാണ്ട് കിടന്നപ്പോഴാണ് അത് അങ്ങനെ എന്താ പറയുക വിങ്ങി വിങ്ങി ഒരു ആറ്റം ബോംബ് പോലെ പൊട്ടിത്തെറിച്ച് ഭയങ്കര പ്രശ്നമായത്. ഇന്ന് ഞാൻ അതൊക്കെ എന്താ ഉള്ളത് വെച്ചാൽ മൊത്തം അങ്ങോട്ട് കൊട്ടിക്കളഞ്ഞപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് സുഹൃത്തുക്കളെ. കാരണം അതാണ് ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാം. അതാണ് ധാർമ്മിക നിലവാരം. അതാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. ഇതാണോ സത്യം, ഇതാണോ കറക്റ്റ് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഞാൻ കണ്ടെത്തിയ എൻ്റെ ഗുണക്കോളാറുകളെ കണ്ടെത്തി അതൊക്കെ ഞാൻ തയ്യാറാകുകയാണ് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഈ ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാം ഓരോ മനുഷ്യനും എന്താ പറയുക നല്ലൊരു ഒരു ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ജീവൻ അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അല്ലാണ്ട് കള്ളുകൂടി മാത്രം നിർത്തിയിട്ട് നന്നായിട്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ മദ്യാസക്തിനെ സംബന്ധിച്ചിടത്തോളം നടക്കൂല. എന്നെ സംബന്ധിച്ചിടത്തോളം നടക്കൂല. കള്ളുകൂടി മാത്രം നിർത്തിയിട്ട് വേറെ എല്ലാ പരിപാടിയും ചെയ്തിട്ട് നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കൂല. കുറ്റബോധം കിടന്നിങ്ങോട്ട് ഭയങ്കര പ്രശ്നമാവും. അതാണ് കുറ്റബോധം വന്നു കഴിഞ്ഞാല് അത് സൂസൈഡിലേക്ക് കൊണ്ടുപോകുന്ന പറയാം. അത് കറക്റ്റാ സുഹൃത്തുക്കളെ. അതായത് തമിഴ് അല്ല ഇവിടെ ഞാൻ ബൈബിളിലൊരു കഥ വായിച്ചത് ഓർമ്മിക്കുകയാണ്. ഈ കുറ്റബോധം യൂദാസ് എന്ന് പറഞ്ഞവന് യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുത്തിട്ട് അവന് കുറ്റബോധം വന്നിട്ട് തൂങ്ങി മരിച്ചെന്ന് അയച്ചിട്ടുള്ളത് സത്യമാണ്. അങ്ങനെ കുറ്റബോധം വന്നു കഴിഞ്ഞാൽ തൂങ്ങി മരിക്കും. അതേപോലെ വേറൊരാൾ കൂടി ഉണ്ട്. അയാൾ ദാവീദ് എന്ന് പറഞ്ഞിട്ട് അയാൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ അയാൾ അതൊരു പാപമാണെന്ന് മനസ്സിലാക്കി എല്ലാം വിട്ട് ദൈവത്തിനെ ആശ്രയിച്ചു. അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. അപ്പൊ അയാൾക്ക് ഉണ്ടായത് പാപബോധമാണ്. പക്ഷെ ആൽക്കഹോളിക് അനോണിമസിൽ എനിക്ക് വേണ്ടതും ആ പാപബോധമാണ്. 7 പാവങ്ങൾ എന്ന് പറയുന്ന അതൊക്കെ തെറ്റ് എന്താണെന്നുള്ള ഒരു ബോധമാണ് വേണ്ടത്, അല്ലാതെ കുറ്റബോധമല്ല. കുറ്റബോധം വന്നാൽ ആ യൂദാസ് കാണിച്ച പോലെ ഞാനും പോയി തൂങ്ങി മരിക്കും. അതാണ് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ആൽക്കഹോളിക് അനോണിമസിൽ കേട്ടോ. അപ്പൊ ഇന്ന് എനിക്കതൊരു പാപമാണ്, തെറ്റാണെന്ന് മനസ്സിലാക്കാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ. എൻ്റെ ധാർമ്മിക നിലവാരത്തിൽ നിന്ന് വിലയിരുത്തിയപ്പോൾ എല്ലാം തെറ്റുകളാണ്, അത് ഞാൻ ഇനി ചെയ്യരുത്. അത് ചെയ്യാതിരിക്കാൻ എന്നെ സഹായിക്കുന്നത് വലിയൊരു ശക്തിയാണ്, ദൈവമാണ്. ഈ പ്രപഞ്ചത്തെ തന്നെ ഇയക്കിക്കൊണ്ടിരിക്കുക, പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്ന ആ ദൈവമാണെന്നുള്ളതൊക്കെ മനസ്സിലാക്കി അതിലേക്ക് വിട്ടുകൊടുത്ത് അതിനെ ആശ്രയിച്ചാൽ മാത്രമേ ദൈവം ഓരോന്നോരോന്നോരോന്നായിട്ട് എടുത്തു മാറ്റും. ഉറപ്പാണ്. ഓരോന്നോരോന്നായിട്ട്. ഒരുപാട് സന്തോഷം സുഹൃത്തുക്കളെ. കാരണം ഈ ഒരു മാറ്റത്തിന്റെ ഇനിയും മാറാനുണ്ട്, ഇനിയും മാറാനുണ്ട്. ഇനിയും ഞാൻ ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ഉള്ളിൽ എൻ്റെ ജീവിതത്തിൽ വരുത്താനുണ്ട് എന്നുള്ള തിരിച്ചറിവ്, അത് ഞാൻ ആ ദൈവത്തിനോട് മനസ്സിലാക്കി. ദൈവമേ, ഈ ഒരു സ്വഭാവം എനിക്കുണ്ട്, ഇതൊന്ന് മാറ്റണേ, നീയേ എടുത്ത് മാറ്റാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ അതിന്റെ ദൈവത്തിലേക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ആ ഒരു വലിയ ശക്തി എടുത്തു മാറ്റുന്നുള്ള ഒരു വിശ്വാസം ഈ ഒരു പ്രോഗ്രാം തരുന്നുണ്ട് സുഹൃത്തുക്കളെ. അത് എന്താ പറയാ, എൻ്റെ ജീവിതത്തിൽ അത് എന്നെ വിട്ടു പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്, അത് വേറെ ലെവലാട്ടോ. ഞാൻ എൻ്റെ ഫോണിൽ പഴയ കുറേ ആൾക്കാരുടെ നമ്പർ ഉണ്ടായിരുന്നു കേട്ടോ, പെണ്ണുങ്ങളുടേതൊക്കെ. അപ്പൊ ഇതൊക്കെ ഒരു ദിവസം ഈ 4-ാമത്തെ പടിയിൽ കണ്ടെത്തിയപ്പോൾ ഇതൊക്കെ പ്രശ്നമാണ്, ഇതൊക്കെ ഫോണിൽ വെച്ച് നടക്കരുത്. ഒറ്റയടിക്ക് ഡിലേറ്റ് ആക്കുമ്പോൾ എൻ്റെ സ്പോൺസർ പറഞ്ഞു, കൈ വിറയ്ക്കും ജോൺസാ ഡിലേറ്റ് ആക്കുമ്പോൾ, നോക്കണ്ട മായ്ച്ചു കളഞ്ഞാളെന്ന്. അപ്പൊ അതുപോലെ ഓരോ നമ്പറും എടുത്തു മാറ്റി മൊത്തം അങ്ങോട്ട് ഫിനിഷ് ആക്കിയപ്പോൾ ഒന്ന് എന്താ പറയാ, മറ്റേ ഫോർമാറ്റ് അടിക്കൂലേ, അതുപോലെ അങ്ങോട്ട് അടിച്ചപ്പോൾ കഴിഞ്ഞപ്പോൾ ഉണ്ട് ഒരു സന്തോഷം മനസ്സിന്. ഓ, കഴിഞ്ഞല്ലോ, ഇനിയിപ്പോ അതിന്റെ പുറകെ പോകണ്ടല്ലോ, ഇത് തെറ്റാണെന്ന് മനസ്സിലായല്ലോ, ഇനി അത് വേണ്ട. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി ഫോർമാറ്റ് അടിക്കാണ്ട് ഇതിൽ നടക്കൂല. കുറച്ച് നല്ലത് മാത്രം വെച്ചിട്ട് വേണ്ടാത്ത പീസൊക്കെ ഒഴിവാക്കിയിട്ട് നല്ലത് മാത്രം കാണാൻ നടക്കൂല. ഫുൾ ഫോർമാറ്റ് അടിക്കാൻ, ഫുൾ ക്ലീൻ ആക്കുക. എന്നിട്ട് ആ ദൈവത്തിന്റെ നേരത്തെ പറഞ്ഞ ആ ഹോളി സ്പിരിറ്റ് അത് അങ്ങോട്ട് ഉള്ളിലേക്ക് വരുത്തുമ്പോൾ നല്ല സ്വഭാവങ്ങൾ വരും, നല്ല മാറ്റങ്ങൾ സുഹൃത്തുക്കളെ, ഒരുപാട് മാറ്റങ്ങൾ. അതുകൊണ്ടാണ് ആൽക്കഹോളിക് അനോണിമസിൽ ഞാൻ ഇന്നും നിലനിൽക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇനി മാറാനുണ്ട്. അത് ഇവിടെ പ്രാർത്ഥിച്ച് ഈ ഒരു ഇപ്പൊ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഒരു വലിയ ശക്തി ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കുറവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ആ ഒരു വലിയ ശക്തി എടുത്ത് മാറ്റും എന്നുള്ളൊരു വിശ്വാസം ഈ ഒരു പ്രോഗ്രാം തരുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഭയങ്കര എന്താ പറയാ, എൻ്റെ മിറാക്കിൾ നൈറ്റ്, അതായത് അത്ഭുതങ്ങൾ നടക്കുന്നു പറയുന്നത് ഇതാണെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനും നമ്മൾ വാഗ്ദാനത്തിൽ പറയുന്ന ഒരുപാട് ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെ ഇന്ന് അനുഭവിക്കാനൊക്കെ പറ്റുന്നുണ്ട്. സന്ദേശം ഒരാൾക്ക് കൊടുക്കുമ്പോഴും മനതൃപ്തിയോട്, കാരണം എൻ്റെ അതേപോലത്തെ ഒരു മനുഷ്യനാണെന്നുള്ള ആ ഒരു, ഞാനും അവരും വേറെ അല്ല ഒന്നാണെന്നുള്ള ആ ഒരു ചിന്തയോട് പ്രോഗ്രാം ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട് സുഹൃത്തുക്കളെ. എന്നെ തന്നെ ഒന്ന് വിലയിരുത്താനും ആ ഒരു വലിയ ശക്തിയിൽ വിശ്വസിക്കാനും ഒക്കെ ഇന്ന് ഈ ഒരു ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാം സഹായിക്കുന്നുണ്ട്. ഏതായാലും ധാർമ്മിക നിലവാരം എന്ന് പറയുന്നത് വലിയൊരു എന്താ പറയാ, എൻ്റെ ഉള്ളിൽ തന്നൊരു മാറ്റാണ്. ഇത് ഇല്ലാന്നുണ്ടെങ്കിൽ, ഈ 4-ാമത്തെ സ്റ്റെപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ മുൻപോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അഹങ്കാരത്തോടു കൂടി തന്നെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അഹങ്കാരത്തോടു കൂടി തന്നെയാണ് എല്ലാ കാര്യം പ്രവർത്തിക്കുക. ആ അഹങ്കാരം എന്നെ വീണ്ടും വീണ്ടും കുടിയിലേക്ക് എത്തിക്കും. അതുകൊണ്ട് എന്തായാലും ഈ ഒരു പ്രോഗ്രാം തന്നെ എന്താ പറയാ, നമ്മളെ ബില്ലായിക്കോട്ടെ ബോബ് ആയിക്കോട്ടെ ആരായാലും അവരിലൂടെ പ്രവർത്തിച്ച് ആ ദൈവത്തിന്
ദൈവത്തിന്റെ ഒരാൾ കൂടെ പ്രവർത്തിക്കുമ്പോഴാണ് എന്താ പറയാ അത് നമ്മളിലേക്ക് വരിക. ഇപ്പോ മറ്റേ റൈറ്റ് സഹോദരന്മാർ വിമാനം കണ്ടുപിടിച്ചെന്ന് പറഞ്ഞപ്പോ അവന്മാര് വിമാനം കണ്ടുപിടിച്ചത് പക്ഷീനെ കണ്ടിട്ടാ. പക്ഷി ആരുണ്ടാക്കിയത്? ദൈവമാണ്. അപ്പൊ അതുപോലെ എന്ത് കാര്യവും ദൈവത്തിൽ അല്ലാണ്ട് വരൂല. അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന് നന്ദി പറയാണ്. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഇല്ലെങ്കിൽ എന്താവും? ഏതായാലും ദൈവം കറക്റ്റ് സമയത്ത് ശരിயான നേരത്തിൽ എന്നെ എത്തിച്ചിട്ടുണ്ട്. ഇനി ഇത് കളഞ്ഞു പോകാണ്ട് ഞാൻ നോക്കണം. ഇത് എന്താ പറയാ, നഷ്ടപ്പെടുത്താണ്ട് കയ്യിൽ തന്ന ഈ സ്വർണ്ണ തടിക ഞാൻ പോകാണ്ട് കളയാണ്ട് കൊണ്ടുപോകണം സുഹൃത്തുക്കളെ. എൻ്റെ ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം അതിന് ദൈവത്തിന് നന്ദി പറയാണ്. ഇതേപോലെ ഓരോരോ എന്താ പറയാ കാര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഓരോ ദിവസവും ഓരോ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്ന് പ്രോഗ്രാമിലൂടെ ആയിരിക്കുന്നതുകൊണ്ടാണ് പറ്റുന്നത്. കുടിക്കാതെ മാത്രമാണെങ്കിൽ ഒന്നും മനസ്സിലാക്കൂല, വെറും കുടിക്കാതെ മാത്രമേ ഇരിക്കുള്ളൂ. പക്ഷെ ഇതിലൂടെ ആകുമ്പോൾ ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ, ഇനിയും എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇനി എൻ്റെ ഉള്ളിൽ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടോ എന്നൊക്കെ ഡെയിലി എന്നെ പരിശോധിക്കാനൊക്കെ ഇന്ന് പറ്റുന്നുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ അതൊക്കെ ഇന്ന് എന്താ പറയാ ദൈവത്തിന് നന്ദി പറയാണ്. ഇതേപോലെ തന്നെ ഒരു കാര്യമായിട്ട്, അതായത് ആൽക്കഹോളിക് അനോണിമസിൽ വെറുതെ ഇരിക്കരുതെന്ന് പറയാം. ഇപ്പൊ അടിച്ചു വാരണം, മെഴുകുതിരി കത്തിക്കണം, അല്ലെങ്കിൽ ചന്ദനത്തിരി കത്തിക്കുക, അപ്പോൾ സ്റ്റെയർ എടുത്തിട്ട് അപ്പോൾ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ട് ഏതോ ഒന്ന് പണിയിട്ട് എടുക്കണം എന്ന് പറയാം. അപ്പൊ അതുപോലെ ഞാനിവിടെ ഏല് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നെ വിലയിരുത്തിക്കൊണ്ടിട്ടാണ്, എൻ്റെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തിക്കൊണ്ടാണ്, അത് മനസ്സിലാക്കി ദൈവത്തോട് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തുകൊണ്ടേയിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കുടി മാത്രം നിർത്തുകയാണെങ്കിൽ ഇതൊന്നും ചെയ്യാൻ തോന്നൂല, ഇതിങ്ങനത്തെ ഒന്നും ചിന്തിക്കാനേ തോന്നൂല. ചില ആരെങ്കിലൊക്കെ ഞാൻ ഡിയർസൺ സെന്ററിലൊക്കെ പോകുമ്പോൾ അവർ പറയുമ്പോൾ എനിക്ക് ചിരി വരും. കാരണം ഇന്ന് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല, അപ്പൊ അങ്ങനെ കുഴപ്പമില്ല അങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഇവർക്കൊന്നും ഒന്നും പറയാനില്ല, അപ്പൊ എന്താ അങ്ങനെ തോന്നും. പക്ഷെ എൻ്റെ ധാർമ്മിക നിലവാരത്തെ വിലയിരുത്തി ഞാൻ എൻ്റെ ഉള്ളിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളവർക്ക് പറയാനും ഒരുപാടുണ്ടാവും സുഹൃത്തുക്കളെ. മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഉണ്ടാവും എന്നൊക്കെ ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഏതായാലും സന്തോഷം. ഇതേപോലെ തന്നെ ഈ ആൽക്കഹോളിക് അനോണിമസിന്റെ ഈ ഒരു പ്രോഗ്രാമിലൂടെ ജീവിതാവസാനം വരെ മുന്നോട്ട് പോകാൻ ആ ഒരു വലിയ ശക്തി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും അവരെ ധാർമ്മിക നിലവാരത്തെ ഒന്ന് വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ റിലാപ്സ് ആകാണ്ട് സുഹൃത്തുക്കളെ, വീണ്ടും ഒരു കുടിയിലേക്ക് പോകാണ്ടൊക്കെ എനിക്ക് പറ്റുന്നുണ്ട്. എനിക്ക് പറ്റുകയാണെങ്കിൽ ഏത് ആൾക്കാർക്കും പറ്റും. കാരണം അത്രമാത്രം ക്രിമിനൽ ബുദ്ധിയുള്ള മനുഷ്യനാണ് ഞാൻ. പക്ഷെ എനിക്കിത് സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും സാധിക്കാൻ പറ്റും. മുടിയാതെ എൺപത് എൻ അഹറാദിലേ ഇല്ലേ എന്ന് പറയുന്ന പോലെ ഇതിൽ പറ്റാത്തതായിട്ടൊന്നും ഒരു കാര്യമില്ല. അയാളൊന്നും വലിയ പറ്റാത്ത കാര്യങ്ങളൊന്നും പറയൂല്ല. മദ്യാസക്തനാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഞാൻ എന്ന അഹംഭാവം വിട്ടുകൊടുക്കണമെങ്കിൽ ഞാൻ ഒരു മനുഷ്യനെ കണ്ടെത്തി എൻ്റെ ധാർമ്മിക നിലവാരത്തിൽ പറഞ്ഞാൽ മാത്രമേ എൻ്റെ അഹങ്കാരം മാറുള്ളൂ, ഞാൻ എന്ന അഹംഭാവം മാറുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ഈ ഒരു പ്രോഗ്രാം തരുന്നുണ്ട്. ഏതായാലും ഇതേപോലെ തന്നെ എന്താ പറയാ, ഇന്ന് എനിക്ക് ഈ ഒരു സംസാരിക്കാൻ ഒരു അവസരവും ഒരുക്കി തന്ന നമ്മളെ ജാല കൂട്ടായ്മയ്ക്കും നന്ദി 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 പറയാണ്. ഇത്ര നേരം വേറെ ഒരു പ്രശ്നമൊന്നും ഉണ്ടായില്ല. ഞാൻ വൈഫൈ ആണ്, അപ്പൊ ചിലപ്പോൾ കട്ടായോ കറണ്ട് പോയെന്നൊക്കെ ഒക്കെ ദൈവത്തിൽ വിട്ടുകൊടുത്തുകൊണ്ട് പോകുന്നതുകൊണ്ടാ സുഹൃത്തുക്കളെ. ആ ഒരു വലിയ ശക്തി നോക്കുന്നുണ്ട്. മനസ്സിന് നല്ല സന്തോഷമുണ്ട്, ആനന്ദമുണ്ട്. ഇനി പോയി കുറച്ച് ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങുക, സ്വർഗം ദാനം, സുഖമായിട്ട് കിടന്നുറങ്ങുക. നാളെ ജീവിക്കോ ഇല്ലെന്നൊന്നും അറിയില്ല, എങ്കിൽ പോലും ആ ഒരു പ്രതീക്ഷയോടെ ജീവിക്കാൻ ഈ ഒരു പ്രോഗ്രാം തരുന്നുണ്ട്. എന്നെ തന്നെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ്. എന്നെ തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു യൂസും ഇല്ല അതിൽ നിന്നിട്ട്. അപ്പൊ അത് എനിക്കിന്ന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഏതായാലും സന്തോഷം. ഇതേപോലെ തന്നെ ജീവിതാവസാനം വരെ നമുക്ക് എല്ലാവർക്കും ആൽക്കഹോളിക് അനോണിമസിന്റെ പ്രോഗ്രാമിനെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ആ ഒരു വലിയ ശക്തി സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നെ കേട്ടിരുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും സുബോധത്തിന്റെ നല്ല നാളുകൾ തുടർന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി ഏട്ടാ. അനേവർക്കും ഇനിയ ഇരവ് വണക്കം. നன்றி நண்பர்களே. താങ്ക് യു.